എങ്ങനെ പോണെന്ന് മുച്ചിക്കറിയോ? നമ്മളെ കരിങ്കണ്ണ വവ്വാൽ കരണ്ടടിച്ച് ചത്ത് കരണ്ട് അമ്പി കൂടെ കരണ്ട് ഇങ്ങനെ വരെയുന്നു. വന്ന് വന്ന് നമ്മളെ സാലിക്കാക്കത്തെ തൊടിയത്തെ കൊളൊക്കെ കഴിഞ്ഞ് കാട്ടുമുരിക്കിന്റെ അടുത്തെത്തിയപ്പോ കത്തി നിൽക്കുന്ന കട്ട ചോരക്കണ്ണുള്ള ഷെയ്ത്താൻ ഒറ്റ ഊത്തേന്ന്. പാത്തുവിന്റെ വീട്ടിക്ക് വരുന്ന കരണ്ട് അവിടെ കിടന്ന് ചേർത്ത് കരണ്ട് സുനിക്കാക്കിന്റെ വീട്ടിക്ക് വരാൻ നോക്കിയപ്പോ പിന്നെയും ഷെയ്ത്താൻ. കരണ്ട് പോണ ഷെയ്ത്താന്മാരെ വിളിച്ചൊതുക്കെടുത്തിട്ടാണ് വല്യമ്മ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വെച്ചാ എത്ര ഷെയ്ത്താന്മാര് വേണ്ടി വരും എല്ലായിടത്തും ഒപ്പം കരണ്ട് പോവാന്? കരണ്ട് പോയ ജിന്നായിരുന്നു വല്യമ്മ പറഞ്ഞിരിക്കണത്. നിങ്ങൾ ജിന്നെ കണ്ടിക്കണോ? ഒരു വെള്ള ഷർട്ടാണല്ലോ ഇടല്, ആദ്യാൽക്ക് ഒരു വെള്ള കുപ്പായിണ്ടാവോ? കറുത്തിട്ടാ പോരെ, അങ്ങനെ വെറ്റത്ത് കാണൂലോ. എന്റെ പൊന്നു പാത്തോ, ഒരു 2 മിനിറ്റ് എന്റെ തൊള്ളേന്ന് പൂട്ടാ എനിക്ക് എന്തേലും തരണം. 8 മാസം മാന്ന് വിളിച്ചപ്പോ തുറന്ന തൊള്ളയാ, പിന്നെ ഇതുവരെ പെണ്ണ് പൂട്ടിയിട്ടില്ല. ഇന്റെ റബ്ബേ, ഇതിലും ഭേദം വല്ല ഊമയായിരുന്നു. ഈ ഉമ്മാന്ന് പറഞ്ഞാ മുണ്ടാൻ പറ്റാത്തോലാണോ? അങ്ങനെ വെച്ചാ മുണ്ടാനും ചെറുതാക്കാത്തോലെ എന്തിനാ ഉമ്മാന്ന് വിളിച്ചത്? എന്റെ പഠിച്ചോനെ, വാ പാത്തു നമുക്ക് കിടക്കാം, ബാപ്പച്ചി വരാൻ വൈകും. ഞാൻ ഒരു കഥ പറയട്ടെ. ആനേന്റെ തുമ്പിക്കൈമേൽ തയ്യൽക്കാരെ സൂചി കൊണ്ട് കുത്തണ പുതിയൊരു കഥയാ. പാത്തോ ഒന്ന് കിടന്ന് ഉറങ്ങുക പാത്തോ, ഉമ്മച്ചീന്റെ ചെലമ്പിച്ചി. മുനീറേ, ഇച്ച പന്ത് കളി കാണേ, ക്ലബ് കിടക്കേ ഉറങ്ങേ എന്താച്ചാ ചെയ്തോ. പാത്തോന്ന് സ്കൂളിൽ പോകാനാകുമ്പോ ഇവിടെ ഉണ്ടാവണട്ടാ. ആസുപ്പേടെ ഓനെന്നലെ റഫീഖിന്റെ കൂടെ കളി കാണാൻ പോയതാണല്ലോ. അതിനെങ്ങനെയാ ബാപ്പാനെ കണ്ടിട്ടല്ലേ മക്കള് പഠിക്കണത്. നിങ്ങളൊന്ന് മിണ്ടാണ്ടിക്ക്. ബാക്കിയുള്ളവർ കൂടെ 100 കൂട്ടം പണിണ്ടായിരുന്നു വർക്ക്ഷോപ്പില്. ഓൾ IASനൊന്നല്ല പഠിക്കണത്. ഇവിടുത്തെ ഏതെങ്കിലും സ്കൂളിൽ വിടാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ തന്നെയല്ലേ ഇംഗ്ലീഷ് മീഡിയം മതി എന്ന് പറഞ്ഞ് ടൗണിലെ സ്കൂളിലാക്കി. ഓരോ ബസ്സാണ് ഇങ്ങോട്ട് വരൂല്ല. ആടാ, ഞാൻ തന്നെ അവളെ ഇംഗ്ലീഷ് മീഡിയത്തിലാക്കി. പണ്ടേ ഇന്റെ ബാപ്പ ഞാനാണുങ്ങൾക്ക് കത്തെഴുതും പറഞ്ഞുകൊണ്ടാ എന്റെ പഠിപ്പ് നിർത്തി. ഇനി ഓള് കത്ത് ചെയ്തൂലെന്ന് ആരും ഉണ്ട് ചെയ്തിട്ടടാ. ആണുങ്ങൾക്ക് കത്തെഴുതാത്ത പെണ്ണുങ്ങളും പെണ്ണുങ്ങളെ പിന്നാലെ നടക്കാത്ത ആണുങ്ങളും ആണെങ്കി പിന്നെ എന്തിനു കൊള്ളും ഇവിടം. എന്താണ് മീന് അനത്തെയാ വില? 10 ആട്ടിൻകുട്ടിയെ, പിന്നെ വിലക്ക് പറഞ്ഞോട് പറയണോ? 10 ദിവസം വീട്ടിൽ കൊടുത്താളാ. ആയിക്കോട്ടെ, വർക്ക്ഷോപ്പിൽ വരുമ്പോ തരാം. ഓ ആയിക്കോട്ടെ. എത്ര പത്തിൽ നിരത്തി വെച്ചാലോ റേറ്റയുടെ എത്രയാ മതിയാക്ക? ഇയാളെ കോയക്കല്ലോ ചെലമ്പച്ചിയെ. അഷഫ്ക വന്നിട്ട് പോയോ അമിൻത? ഇന്നലെ രാത്രി തന്നെ പോയല്ലോ. ഓ ശരി. ഇടയ്ക്ക് പഞ്ചായത്തിലെ സകല കാര്യം അറിയാലോ. നീ ഒരു മത്തിയാവുക്കാന്ന് വിളിക്കുന്നു. പിന്നെ മത്തിയാവുക്കാനെ ഏട്ടവാവുക്കാന്ന് വിളിക്കാൻ പറ്റുമോ? ബഷീറേ, എന്റെ ബസ് വന്നില്ലേ? ഇല്ല. ബഷീറേ, ഇന്ന് വൈകുന്നേരം ഫുട്ബോൾ കളിച്ച ഞാനും ഉണ്ട് കേട്ടോ. ഇന്നലെ നിങ്ങൾ എത്ര ആൾക്കാരുണ്ടായിനി? ഇന്നലെ ഇനി വന്നില്ലല്ലോ. ഇന്ന് വരാം. പിന്നെ മുണ്ടാതിന്നാലും എന്നെ കളിക്കാൻ കൂട്ടിയാ മതിന്ന് ഓരെല്ലാം പറയുന്നേ. എടാ, ഈ വേണോളെ കളിപ്പിക്കാണ്ടെന്നോ, പക്ഷെ മിണ്ടാണ്ടിപ്പിക്കാൻ അന്നെ കൊണ്ട് പറ്റൂടാ. അന്നെ ഈ പഞ്ചായത്തിലെല്ലാരും ചെലമ്പച്ചിന്ന് വിളിക്കല്. പല്ലുറങ്ങി ചോരണ്ട് ബോധം വീണ ഓളെ ഹൃദയമേ എന്നല്ല വിളിക്കണത്. അതുപോലെ ഇന്നത്. ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. എത്രയായി? അത് വാപ്പച്ചി മോൻ എടുക്കാനേട്ടാ, പെട്ടെന്ന് പണി തീർത്ത്. വെറുതെ അല്ല ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാന്ന് പറയണത്. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ അവനെ വണ്ടിപ്പണിക്ക് വിടുന്നില്ലേ. വണ്ടിപ്പണി പഠിച്ച് ബിസിനസ് ചെയ്യാന്ന ചെക്കൻ പറയണം. ബിസിനസ് ഒക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുവോ? ഒന്ന് പിറകിന്ന് താങ്ങാൻ പോലും ആളില്ലാത്തവരാ. ഞാൻ തന്നെ ഗൾഫിൽ പോയി വന്നിട്ട് ഇപ്പൊ 12 കൊല്ലം. പിന്നെ തിരിച്ചങ്ങോട്ട് പോവാൻ നോക്കിയിട്ട് നടന്നില്ല. എങ്ങനെയുണ്ട്? അല്ല, കഴിഞ്ഞ മാസം എനിക്ക് 15 ഞങ്ങൾക്കാണ്. ഇക്കുറി under 15 ആക്കാം. നന്നായി. ഞാൻ under 14 എടുക്കാൻ നിൽക്കും. under 15 ആക്കണേ.
ഇങ്ങനെ പാറി പറഞ്ഞ് വെയ്യാണ് ഗോളിപ്പാത്തിന്റെ കൈമേലൊക്കെ തുള്ളി തുള്ളി വീണെടുക്കുന്നത്. നമ്മളെ സന്തോഷ് ട്രോഫി മൈതാനം മുഴുവൻ നഞ്ഞെത്തുന്നു. നഞ്ഞോടുക്കട തൊടിയിലതാ ബഷീറിന്റെ അടുത്തിന് പന്ത് തട്ടിയെടുത്താണ് മണ്ടി വീഴുന്നത് പന്ത് റാഫിക്കാക്കന്റെ കാലിൽ പിരാന്ത് പിടിച്ച് കളിയിൽ രണ്ടു കൂട്ടുകാരും വിട്ടെടുക്കൂലാന്ന് പറഞ്ഞെടുക്കാണ് ഒരു ഗോള്. അതിനൊരു മറുഗോളെന്ന് മറുപടി കൊടുത്താണ്ട് രണ്ടാൾ മുമ്പ് തന്നെ റാഫിക്കാക്കന്റെ കാലിൽ അജ്മൽ പന്ത് കൊണ്ട് ഗോളിപ്പാത്തിന്റെ അടുത്തേക്ക് മുട്ടുകാലും പൊട്ടിയാലും വിട്ടെടുക്കൽ അജ്മൽക്കാന്ന് പറഞ്ഞ് ഫാത്തിമ നൂർജഹാൻ കണ്ണും കണ്ണും നോക്കി അജ്മൽഖാന്റെ കിക്ക്. ഈ മുന്നാട് പന്ത് വയ്ക്കോ, അതിപ്പോ ഗോളാവില്ലായിരുന്നു. ഈ പേടുത്തൂര് ബഷീറിന്റെ കാലിന് കിട്ടാത്ത പന്തതാ ആകാശത്തേക്ക്. ഞാൻ പോവാ. ഇങ്ങോട്ട് കേറ് മുഴുവൻ നല്ല കുഞ്ചിക്കണല്ലോ. എടാ പോടാ മയല്ലേ. ഇന്റെ പെണ്ണെ ആണക്കാരൊക്കെ കളിക്കണോടത്തേക്ക് പോയി കളിച്ചൂടെ? ആ ചെക്കന്മാരെ കൂടെ പോയി പന്ത് കളിക്കാനിട്ടാ പിന്നെ ആടെ പോയാലും തൊള്ള പൂട്ടണ ഏർപ്പാടൊന്നും കുട്ടിന്റെ കരയിൽ വെള്ളം പോയിട്ടില്ലെങ്കിൽ തോർത്തി കൊടുക്കൊന്നു കൂടെ. തോർത്തിക്കണുമ്മ. ആ ഇതാ വരണ വേറൊരാള് മയും കൊണ്ട്. ഇത് നോക്കിയെന്ന് നിങ്ങൾക്ക് ആ മയ തോർന്നിട്ട് പോന്ന പോരെയുന്നു. തോർന്നിപ്പോ തന്നെ വന്ന് വരുന്നതാക്കി പിന്നെയും പെയ്ത് അതിലൊക്കെ പാടെ നനഞ്ഞു. അയ്യോ തല മുഴുവൻ നനച്ചിക്കുന്നു. ഇവിടെ എന്തൊന്ന് പന്ത് കളിക്കൊന്നും പോയില്ലേ? ഓ ഓള് പോയതേന്ന് അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്നത്. എന്തൊരു ശബ്ദം! വെല്ലുമയുടെ കൂർക്കം വലി പോലെ ജെറിമോൻ കൂർക്കം വലിയോട് വലിയാണല്ലോ. ഉറക്കത്തിലെ ജെറിമോൻ തലോണ തപ്പിയെടുത്ത് വെച്ച് യോ വന്നു വന്നു ടോം വന്നു. ജെറിമോന്റെ മഞ്ഞ തലോണ എടുത്തു കളഞ്ഞു. ഇങ്ങനെ വഴക്കുണ്ടാക്കണ്ടേന്ന് ആലോചിക്കാണ്. യോ ദേ ഊഞ്ഞാലിക്കെട്ടിൽ അയച്ചെടുത്തേ. ജെറിമോൻ നെരങ്ങി നെരങ്ങി പോവാണേ. അടക്കാൻ മയത്തുമ്പോൾ ബഷീർ നെരങ്ങി വരുന്ന പോലെയുണ്ട്. എന്തള്ളോ ദേ വെള്ളത്തിക്ക്. യോ രക്ഷപ്പെട്ടു, ജെറിമോൻ രക്ഷപ്പെട്ടു. ആനൊക്കെ കാണിച്ചറിയാ ടോം കാക്ക ഓൻ്റെ ഒരു വത്തക്ക ജ്യൂസ് കൂടി. എല്ലാരും ഇവിടെ ചെലമിച്ച് പാത്തുന്നാ വിളിക്കണേ. അല്ല ഓരെ കുറ്റം പറയാനും പറ്റൂലേ? ഇവളെന്താ നാക്ക് അടക്കി വെക്കാത്തതെന്ന് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഓളെ നിങ്ങളെ ഉമ്മാനെ പോലെയാന്നാ നാട്ടുകാര് പറയുന്നത്. ഓള് കുട്ടിയല്ലേക്കാ, വലുതാകുമ്പോ ഇതൊക്കെ മാറിക്കോളൂ. എന്റെ പഠിച്ചോനെ, റോക്കറ്റിന്റെ തോക്കിന്റെ മുന്നിൽ എല്ലാരും വീണോയ മതിയെന്ന് റബ്ബേ. കമ്പനി കാണാൻ പോണല്ലേ. അതിന്റെ ഇടയിൽ കൂടെ കോമഡി പറയണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട ചങ്ങായിമാരെ. ഒലക്ക. എന്നാലും എന്റെ ക്യാപ്റ്റൻ അമേരിക്കയുടെ പഴയ ഡ്രസ്സ് പോയല്ലോ. പക്ഷെ കൊഴപ്പല്ല, മൂപ്പരെന്ത് കുപ്പയിട്ടല്ലോ ഒടുക്കത്തെ ഗ്ലാമർ അല്ലേ. പിന്നെ നമ്മളെ പൊന്ന് സാന്ദ്ര, അനക്ക് ഓനോടൊന്നും തുറന്നു വെച്ചൂടേനോ? എവിടെ നിന്ന് വെറുതെ ഓരോന്ന് മനസ്സിലിട്ട് നടക്കണം എന്തിനാണ് ഈ സംസാരിച്ചൊക്കെ? കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കും. കുഴപ്പം ഒന്നും ഉണ്ടൂല. നല്ല പോലെ ഒന്ന് സംസാരിച്ചു തീർന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. നീ സംസാരിക്കേ അല്ലെ ഞാൻ സംസാരിക്കണം. എടി നാളെ സോബിനോടെ ആ കോഫി ഷോപ്പിലേക്ക് വരാൻ പറയും. പോയ കാര്യം എന്താടാ? എന്താവാ, ഒന്നും ആയില്ലമ്മ. സ്ഥലം പാട്ടത്തിനത്തിന്റെ രേഖകളൊക്കെ ഓക്കെയാണ്. പിന്നെ നമ്മളെ വർക്ക്ഷോപ്പിന് രജിസ്ട്രേഷൻ ഇല്ലാത്തോണ്ട് പണിയാവും. അത് ആദ്യം ശരിയാക്കണം. എന്നിട്ട് ഓരോ വന്നിട്ട് സ്ഥലമൊക്കെ നോക്കും. അതിനുശേഷം എന്തെങ്കിലും നീക്കോക്കുകളൊക്കെ നടക്കുള്ളൂ. എത്ര ലോണി വെച്ച്? 35 ലക്ഷം. 35 ലക്ഷം? പഠിച്ചോനെ, ആസിയ തീക്കളിയാണേ. തങ്ങളെ സ്ഥലം പാട്ടത്തിനെടുത്ത് സർവീസ് സ്റ്റേഷൻ തുടങ്ങാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചെന്തോ വണ്ടി കഴുകുന്ന ഏർപ്പാടാന്നാ. ഇതിലിപ്പോ എന്താ എത്രയും പൈസ? ഒന്നും ഉണ്ടാണ്ടിക്കോ, കറിയാൻ എന്ത് ചെയ്യണമെന്ന്. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നാളെ എല്ലാം സെറ്റാക്കാം. ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പൊ ആ വണ്ടി കഴിക്കണ പരിപാടി തന്നെയാണ്. പക്ഷെ പഴയ പോലെയല്ല, ഇത് മിഷൻ വെച്ചുള്ള പരിപാടിയാണ്. വീണ പിടിക്കാൻ ആളുള്ളവർക്ക് ഇതൊക്കെ നടക്കും.
നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല. ഈ പറയണ കേക്ക്. ഇപ്പൊ ആ കൂട്ടിയാ കൂടൂല എന്നുള്ളതുകൊണ്ടല്ലേ നമ്മള് ബാങ്കിൽ പോയേ. പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ പൈസ ഇറക്കണം. ഈ പൊരയും പറമ്പും വിറ്റാ പോലും പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റൂല. അത് ഈ ആദ്യം മനസ്സിലാക്ക്. എന്തെങ്ങനെ മുനീറേ മതി നിർത്തിക്കാള്. ഓനക്കേ ആലോചിച്ച് തീരുമാനം എടുക്കാനുള്ള പ്രായമൊക്കെ അയക്കണ്. ഞാനൊന്ന് പള്ളി പോവാ. ഇവിടെ ഒരൊലയ്ക്ക് നടക്കൂല. അസിയേ കാക്കാ ആക്ക് വിട്. ഇപ്പൊ അങ്ങനെ നെറ്റ് പഠിപ്പിക്കുന്നു നിങ്ങക്ക് അറിയണല്ലേ. പിന്നെന്താ അന്ന് സാരില്ല. പിന്നെ ഒരു കാര്യം പറയണ്ട്. സർവീസ് സ്റ്റേഷൻ എന്റെ പേരിടണം കേട്ടോ. എന്ത് ചെലമ്പച്ചി കാർ സർവീസ്? ഇത്ര ബടക്കെട്ട പേര് ഈ ദുനിയാവിലില്ല. ആൾക്കാരെ വിചാരിക്കും കാറ് കംപ്ലൈന്റ് ആക്കണ സ്ഥലം. അതൊക്കെ നല്ല പേരുണ്ട്. ലോലൻസ് കാർ പാലസ്. ആൾക്കാർ സൂപ്പർ ആന്ന് വിചാരിച്ചു. പാടിയായിരുന്നു. അല്ല നിങ്ങൾ ടൂർണമെന്റ് എന്നാ തുടങ്ങണ? മറ്റന്നാ. പൊന്നാര ചെലമ്പച്ചേ അവിടെ വന്ന് അലമ്പുണ്ടാക്കാൻ എന്താ പരിപാടി എന്നുണ്ടെങ്കിണ്ടല്ലോ ആ വഴിക്ക് വരരുത് ഞാൻ പറഞ്ഞിട്ടാ. പാടി അന്റെ മറ്റേ മന്ദെങ്ങാനും വരോ? എന്നാ മാഡർ സിറ്റി കളി ഉണ്ട്. വീട്ടിൽ പോണോ? പെണ്ണെ ഒരു ചവിട്ടാൻ വെച്ചേരും. മനുഷ്യവിടെ പ്രാന്തിടിച്ചുമ്പോ അനക്കെന്തിനാ പ്രാന്ത് പിടിക്കണ? സോപം വരുമ്പോ ഓനോട് മോത്തൊക്കി കാര്യങ്ങൾ ചോദിക്കാൻ. മെഹറിന്റെ കൂടെ കറങ്ങാൻ പോയൊന്ന് ഓനില്ലാന്ന് പറയാണെങ്കിൽ ഇവള് കണ്ടു തന്നെ പറഞ്ഞാളാ. അപ്പൊ ഓനെന്താ പറയാൻ നോക്കാലോ. പോണേനല്ല പോയെങ്കിൽ പോയിന്ന് സമ്മതിക്കാലോ. എന്താ നമുക്ക് സമ്മതിച്ചാല്? അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കൂടെ? എന്തായാലും ഓനക്കെന്താ പറയാനുള്ളത് കേക്കാലോ. കളവ് പറയണേ വേഗം മനസ്സിലാവും. പിന്നൊരു കാര്യമുള്ള എന്നോടാ. കാര്യം പറയുമ്പോ ഒരുമാതിരി എന്നെ മറ്റിടത്ത് മോങ്ങലായിട്ട് ചെന്ന കാര്യം നടക്കൂല. ഹൈപ്പ അവനൊന്നും നിക്കണ്ട. സമാധാനം പോലെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഓൻ കളവ് പറയാനൊന്ന് മനസ്സിലായ വേറെ ഒന്നും നോക്കണ്ട. ബ്രേക്കപ്പ്. ഏട്ടാ ഒരു സാൻഡ്വിച്ച്. സാൻഡ്വിച്ച് അല്ലേ? നീ വേണേ? എന്തേ അനക്കും വേണം? ഞാൻ രണ്ട്. അതിനും സഹായിക്കണം. എന്താണ് സാൻഡ്ര, ഞാൻ നല്ല പളി കൊടുത്തിട്ട് എന്താ കണ്ടില്ലല്ലോ. ചോദിക്കടി. എന്താണ് ഫാത്തിമ, നിങ്ങളൊക്കെ എന്തോ പിച്ചറുള്ള ക്യൂട്ട് പോകെ എന്നെ വീർത്തിരിക്കണേ. ഈ എന്തിനാ ഓളം വെക്കിട്ട് പറഞ്ഞേ? ചെയ്തൊക്കെ ഇങ്ങനെയല്ലേ? ഞാൻ എന്ത് ചെയ്തെന്ന് മുത്തേ? ഇതൊക്കെ വേണേ എന്നോട് ആദ്യം പറഞ്ഞ മോങ്ങാണ്ട് കാര്യം പറയാം. എന്ത് കാര്യം? അനക്കെന്നാ മഹ്റൂണായിട്ട് ബിസിനസ്. ഈ ഓളുടെ കൂടെ ബൈക്കിൽ ചുറ്റിയാടുന്ന കാര്യമൊക്കെ പറഞ്ഞിരിക്കണ്. സത്യം എന്താ വെച്ചാ ഉള്ള പോലെ അങ്ങോട്ട് പറഞ്ഞോ. എന്ത് തോന്നിയാസം കാണിക്കാന്നാ? ഒരുത്തിനെ പ്രേമിച്ചോണ്ടിരിക്കുമ്പോ വേറെത്തിനെ വളക്കാം. അതും സ്വന്തം കാമുകിയുടെ ഫ്രണ്ടിനെ ഉൾപ്പെടാങ്ങ എനിക്ക്. എടി പണേ കൂടുതൽ കേൾക്കണ്ട. വായ തോന്നൊക്കെ വിളിച്ചു പറയാ എന്നെ ഓളെ എവിടെ വെച്ചോണ്ടെന്നാ? അതെ ഞാൻ ചിലക്കും. അതിന് എനിക്ക് എന്റെ സമ്മതം വേണ്ട. ഈ ഓളും കൂടെ കോഴിക്കോട് മൊബത്തിൽ പോയില്ലേ? തെളിവ് വേണമെങ്കിൽ അതുകൊണ്ട് മൊബത്തില് CCTV. അത് പിന്നെ അവിടെ വെച്ച് അവളെ അൺഎക്സ്പെക്ടഡ്ലി കണ്ടു കഴിഞ്ഞപ്പോ അതെ ഈ മെന്നെ ഐസായിട്ട് തേച്ചാന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. ഈ എന്തീ കാണിച്ചത്? ഈ ഓളും കൂടുള്ള കുറെ സെൽഫിയിലുണ്ടല്ലോ. ആക്കൊന്ന് വെന്ത് പരവാവട്ടെ. ഇതേ സോബനെ ഓള് ചെയ്യേണ്ടത് ഞാൻ ചെയ്തേ ഉള്ളൂ. ഈ ഓൾക്കിട്ട് കൊടുത്തപ്പോ ഓളാമാര് ചെറുതായിട്ട് അണക്കിട്ട് തന്നു എന്ന് വിചാരിച്ചത്. ശരിയാക്കി തരാം കേട്ടോ. ശരിയാക്കി തരാം. എന്റെ കണ്ണാടി ഈശോയെ ഗ്ലാസ്. ഓ അല്ലെങ്കിൽ ഓൻ പോയത് നന്നായിന്ന് വിചാരിച്ചാ മതി. ഓന്റെ ഒരു മുടിയും ബ്രോയിലർ കോയിന്റെ തലയിലെ കളറും കെട്ടാച്ച രാഫിനെ പോലെ ഒരുത്തനെ കെട്ടണം. ആ വെള്ള നിക്കറും നീല ടീഷർട്ടും നീല ഹെയർ ബാൻഡും ആകാശത്തിന്റെ ഒരു കീറ് പോലെ തോന്നിച്ച് നദാലയിടയ്ക്ക് പാത്തുന്നെ നോക്കി ചിരിച്ച് ആ ചിരി കണ്ടെന്റെ പഠിച്ചോനെ എന്നും പറഞ്ഞ് പാത്തതാ കിടക്കണ് താഴെ. ആ കൂടുതലൊന്നുമില്ല, ഒരു 3 എണ്ണം. 3 കിളി പറന്നു പോയിട്ടുണ്ടാവും. മോള് പോയി അതിനെ പിടിക്കും. അല്ല എനിക്ക് അവിടുന്ന് മൊബത്തില് CCTV? CCTV സോബിനും മയറുമായിട്ടുള്ള CCTV എനിക്ക് എന്താ പ്രാന്തണ്ടാ? ഞാൻ വെറുതെ ഒരു കുഴി തോണ്ടി കൊടുത്തല്ലേ പൊട്ടണയില് വീണ്. മൊബത്തിന്റെ എന്റെ അമ്മായിന്റെ മോന്റെ. അപ്പൊ എന്റെ മാച്ച് കളി തീരാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കേ. ഇരു ടീമുകളും 1-1 എന്ന് പറഞ്ഞ സമനിലയിട്ട് നിൽക്കാണ്. ഈ മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക് വലതുവിങ്ങിൽ നിന്ന് ഉയർത്തിയടിച്ച് പന്ത് ഗോള് വീണ് വരക്കുങ്ങൾ നോക്കി. കാറ്റ്, കൊടുങ്കാറ്റ് നടക്കൂല പാത്തു. കാക്ക ഇതൊന്ന് പഠിപ്പിച്ചോ.
കാക്ക എന്താ വിളെ പ്ലീസ്. നിങ്ങളെ പെണ്ണുങ്ങൾ അങ്ങനെ ഇപ്പൊ വിസിലടിക്കണ്ട. മാത്രമല്ല നിങ്ങള് റയൽ ഫാൻസിനെ വിസിലടിക്കാൻ പഠിപ്പിക്കുന്നത് ഞങ്ങൾ സിറ്റി ഫാൻസിന്റെ എത്തിക്സിന് എതിരാണ്. അല്ല കാക്ക, ഗോൾ അടിച്ച് നിങ്ങൾ ബ്രസീലാരനല്ലേ? ഇപ്പൊ അങ്ങനെ വിസിലടിക്കണ്ട മോളെ. ഓനിപ്പോ ഇവിടെ ഒന്ന് പറഞ്ഞു പോയി. ഓനക്ക് 6000 കൊടുക്കണം. എന്ത് വർത്താനാണ്? കഴിഞ്ഞ കളിയിൽ 3000 ഉറുപ്പിക നമ്മൾ കൊടുത്ത്, പിന്നെ ഇങ്ങനെ ഇപ്പൊ ഒരു 6000 കണക്ക് വന്ന് ഇത് എവിടെ നിർത്ത് കൊടുക്കാനാണ്? ആകെ പ്രൈസ് മണി തന്നെ 1,00,000 ഉറുപ്പിയുള്ളൂ. അതിനെങ്ങനെ 6000 കൊടുക്കുക? എനിക്ക് ഒന്നാ വളാഞ്ചേരി ടീംസ് നമ്മളെ ചാമ്പ്യന്നാ. ഓൻ ആർത്താനാണല്ലോ. പിന്നെ ഇത്രയും വലിയ പ്രൈസ്മെന്റ് കളി നടക്കുമ്പോ ഓൽക്കത് നാണക്കേടാണല്ലോ. നാലും കായിട്ടുള്ള പണി അൻസാർ വേണ്ട നോക്കൂ. അതൊക്കെ ഓന്റെ പഴയ കഥ. ആ കാതർക്കാന്റെ മോളെ വളച്ചു കെട്ടി എനിക്കറിയില്ലേ? ഇന്ന് വന്ന എന്നെ പോളോക്കാറില്ല. ആകെ വിട്. ജയ് ജബ്ബാറിനെ വിളിച്ച. ആ ജബ്ബാറിനെ സൗണ്ട് സാറിനെ ഒക്കെ വിളിച്ചു നോക്കി. ഓൽക്കൊക്കെ കുറെ കളി ഉണ്ടെന്ന്. പിന്നുള്ള ആളായ നമ്മുടെ ഉത്തമൻ ഓൻ കഴിഞ്ഞ ആഴ്ച ഗൾഫിലും പോയി. എന്താ ചെയ്യാ? കമന്ററി ഇല്ലാതെ പോയാലോ? ഈ എന്ത് വർത്താനാ പറയുന്നത്? ഒരു കളിന്റെ ആവേശം എന്ന് പറയുന്ന അനൗൺസ്മെന്റാ. അതില്ലാതെ കളി നടത്തുന്ന നാണക്കേടാ. പിന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരു ഇതുണ്ട്, നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂലെന്ന്. ഓലെ കൈമിൽ ഇത് കിട്ടിയാ മതി. എന്നാ പിന്നെ ഇജ്ജൊരു ഐഡിയ കൊണ്ടാ. ഞാനൊരു കൈ നോക്കിയാലോ? ഈ ആദ്യ സ്റ്റേഡിയത്തിന്റെ പേര് തെറ്റാതെ പറയും. മമ്പ്രം ബ്രേക്ക് ഇതൊന്ന് നിർത്തി എങ്ങയ്യേ. അന്റെ ഒരു ബൈപ്പാസും അസിയെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരാളുണ്ട്, പക്ഷെ ഈ സമ്മതിക്കണോ? നമ്മളെ ചെലമ്പുച്ചി ഓളി കലബല പറയണതൊന്നല്ല അനൗൺസ്മെന്റ്. അതിനൊക്കെ കളി എന്താണെന്നറിയോ? അത് വിട്ടാളാ. ഓൾക്ക് കളി എന്താന്നൊക്കെ അറിയാം. ഓള് ടിവിയിൽ കളി കാണുമ്പോ നല്ല രസമായിട്ട് അനൗൺസ്മെന്റ് പറയും, കമന്ററി ചെയ്യും. ഓള് ഓരോന്നാണ്. ഒന്നും ആലോചിക്കല്ല. ഈ ഇവിടെ ഉണ്ടല്ലോ, ഈ പോയി കൂട്ടിക്കൊണ്ടുവന്ന് ഈ എന്നെ കൊണ്ടുപോയാ. പിന്നൊരു പെണ്ണ് അനൗൺസ്മെന്റ് ചെയ്യാന്ന് പറയുമ്പോ ഒരു വെറൈറ്റി അല്ലേ? അല്ലേ? പൈസ ലാഭാണ്. ശരിയാണ്. പക്ഷെ സ്റ്റേഡിയൊക്കെ ആവുമ്പോഴേ ഉപ്പ സമ്മതിക്കോന്നുള്ളതാണ്. അതിന് ഈ ഇത് വലിയ സംഭവമായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. കളിയാണോ ഓളെ കൂട്ടോന്ന് പറഞ്ഞപ്പോരെ. ഒന്നും ആലോചിക്കില്ല. ചെല്ലു വിളിക്കല്ലേ? പക്ഷെ ഓളെ റയലിന്റെ ഫാനാന്ന് വേണ്ടി ഞാൻ ഓളൊന്ന് കുത്തിന്നു. അത് വർക്കൗട്ട് ആവും തോന്നില്ലെങ്കിൽ അസിയെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാന്ന് പറയാ. അസിയെ ഒന്ന് ചെല്ല്. നീ എന്തിനാ ശിവനെ ശൂശൂന്ന് വിളിച്ച? നീ എന്തിനാ ശിവനെ ശൂശൂന്ന് വിളിച്ചെന്ന്? ഞാൻ വിളിച്ചെന്നാ? നിങ്ങക്ക് ഭ്രാന്തണ്ടാ? അല്ലോ, നീ ശൂശൂന്ന് വിളിക്കുന്നത് നമ്മൾ ആത്തുനിന്ന് കണ്ടാണല്ലോ. വെറുതെ നോണറിയല്ലേ പാത്തുവോ? ബാക്കിയുള്ളവരൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോളാ കഴിഞ്ഞ ആഴ്ച ശിവനെയും തട്ടട്ടൊരു പെണ്ണിനെയും കൂടെ മുക്കത്ത് റൂസ് സിനിമാസിൽ വെച്ച് കണ്ടിക്കണെന്ന് വടക്കേല അന്നക്കുട്ടി പറഞ്ഞല്ലോ. നീ എങ്ങാനായിരുന്നു അത്? ഇതൊക്കെ നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ട് വരണ്ട കേട്ടോ. ആ അന്നക്കുട്ടിന്റെ പരദോഷണം കേൾക്കാൻ പോരുതെന്ന് 100 വട്ടം പറിക്കണം. പിന്നെ എന്തിനാണ്ടി ഞാൻ ശൂശൂന്ന് വിളിച്ച്? അന്നോണ്ടാണ്ടി ചോദിക്കുന്നേ? അത് പിന്നെ റബ്ബേ, ഇതുവരെ ചില മാത്രമേ ഉള്ളായിരുന്നു. ഈ പെണ്ണത് എന്തിനടക്കാണാവോ? എന്താ? അതെ, അത് ഞാൻ എങ്ങനെ ഈ വിസിലടിക്കാന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയായിരുന്നു. വിസിലോ? എന്റെ പൊന്നു പാത്തോ, അന്റെ തലക്ക് ശരിക്കും എന്തോ കുഴപ്പമുണ്ട്. വിസിലല്ലടി അടിക്കണ്ട്, അന്റെ മണ്ടക്ക അടിക്കണ്ട്. ഇതാ പോത്തു വല്ല വലുതായിരുന്നൊന്നും ഞാൻ നോക്കൂലോട്ടെ പാത്തുവാ. ഒരു നേരത്തേക്ക് മനുഷ്യന്റെ ഉള്ള ജീവൻ പോയി. ഇനിയിപ്പോ അന്നക്കുട്ടിയുടെ അടുത്തേക്ക് പോണില്ല. ഉള്ള സമാധാനം കളയാൻ. അല്ല, എന്റെ ബാക്കിയുള്ള എക്സാം എന്നാന്ന് പറഞ്ഞു? പരീക്ഷയല്ലമ്മ, ഇന്റേൺഷിപ്പ്. ഏതെങ്കിലും കമ്പനിയിൽ കയറണം ജോലിക്ക്. ദോക്കിന്ന് താഴത്തെ തെങ്ങുന്നേ തേങ്ങ വീണ ശബ്ദം കേട്ട്. സുനീന്റെ ഉമ്മ കണ്ട അമ്മ കിട്ടൂല. നിങ്ങളൊന്ന് പോയി നോക്കിയേ. നിങ്ങളൊന്ന് പോയി നോക്കിന്റെ മനുഷ്യ. ഡിബാത്തോ ഉപ്പ പോയോ നോക്ക്. തൊടിക്ക് പോകുന്നുണ്ടല്ലോ.
കൈയോടെ വെക്ക്. നാവ് മടക്ക. വന്നില്ല. ഒന്നൂടെ മടക്ക്. ഇപ്പൊ കുറച്ച് ഒച്ച വന്നു. ഒന്നൂടെ. മാധു ജയ് കളി കാണാൻ പോരണോ? കളി കാണാൻ പോരണോന്ന്? ഞാനോ? ആ കാക്ക ഞാനുണ്ട്. എന്നാ വേഗം പോയിട്ട് ഡ്രസ് മാറ്റിട്ട് വാ. എങ്ങനത്തെ കുരിപ്പിനെന്ന് പറഞ്ഞ് സെറ്റാക്കുക. കാക്കു പറ, ആരാള്? എന്റെ കൂടുള്ള രഹനയോ അതോ ഒന്ന് കല്യാണത്തിന് കണ്ട സുർമിയോ? ഓരോ കളിക്കാനല്ലേ ഈ കൈക്കൂലിയും പഞ്ചാരൊക്കെ. ചോക്ലേറ്റ് ഷേക്ക്, വത്തക്ക ജ്യൂസ്. അതൊന്നുമല്ല, എന്നെ കൊണ്ട് വേറെ വലിയൊരു കാര്യമുണ്ട്. ഈ വീട്ടില് ടിവിയുടെ മുന്നിൽ കടന്ന് പറഞ്ഞ മാതിരി ഒരു കമന്ററി പറയണം. കമന്ററിയോ? നമ്മളെ ടൂർണമെന്റിൽ കമന്ററി പറയാൻ അൻസാറില്ല. ജബ്ബാറിനാണ് ഈ വേറെ കളി. ആകെ പെട്ടമായില്ല. ഈ ഒന്ന് സഹായിക്കണം. എന്നുവെച്ചാ ഈ വന്ന അനൗൺസ്മെന്റും കമന്ററി ഒക്കെ ഒന്ന് പറയണം. നിങ്ങൾ വേഗം വണ്ടി സ്റ്റാർട്ടാക്കിട്ട് എന്നെ പെരെ കണ്ടാക്കാൻ നോക്കൂ. പറ്റൂന്നില്ല. പിന്നെ കമന്ററി വായത്തൊന്ന് വിളിച്ചു പറയുന്നല്ലേ കമന്ററി. അതോ അത്ര ആൾക്കാർ വരുന്നോടത്ത്? അതൊന്നും കുഴപ്പമുള്ള കാര്യല്ല. അവിടെ ഓഫീസുമാരുള്ള ഒരു സാധനം കെട്ടിയിട്ടുണ്ട്. ഈ അതിന്റെ ഉള്ളിൽ ഇരുന്ന് എന്നെ ആരും കാണൂല. ഈ ഒന്ന് നോക്ക്, ക്ലിക്കായ സംഭവം പൊളി. നടക്കൂല കാക്കാൻ, നടക്കൂല. എന്തേലും അബദ്ധം വിളിച്ചു പറഞ്ഞിട്ട് വേണം നാണക്കേടാവാൻ. ഫുട്ബോളിന്റെ കമന്ററി ഞാൻ ആര് ഷൈജു ദാമോദരനാ? ചേലം വെച്ചിന്ന് മലപ്പുറം ജില്ല ഏറ്റെടുക്കാനായിരിക്കും. എന്റെ പൊന്നാര പാത്തു അനക്ക് പറ്റുമെങ്കിൽ വാ, ഇല്ലെങ്കിൽ നാണക്കടാണ്. കുഴപ്പമില്ല. നോക്ക്, സമയാവാൻ പോണ്. ഈ ചുള്ളിക്കാട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു എഴുത്തുകാരല്ലേ, അയാളും മുഹമ്മദ് റാഫിയൊക്കെയാണ് ഉദ്ഘാടനം. റാഫിക്ക്? മുഹമ്മദ് റാഫിക്ക്? മലപ്പുറം ഭാഷ വേണ്ട, എഴുതുന്ന ഭാഷ തുടങ്ങിക്കോ, പിന്നെ മലപ്പുറത്ത് കയറാം. മമ്പറം മിനി സ്റ്റേഡിയത്തിൽ ഇന്ന് തീപാറും പോരാട്ടം. ചങ്കും കരളും പറിച്ചെടുത്താലും ചങ്കൂറ്റത്തെ കടപുഴക്കാൻ കഴിയില്ലടാ എന്ന വെല്ലുവിളികളുമായി ടീ ടൈം പെരിന്തൽമണ്ണയും പൂന്തോടൻ ബീ സ്റ്റാൾ മങ്കട സ്പോൺസർ ചെയ്യുന്ന സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിൽ കൊന്ന് കൊല വിളിക്കാനെത്തുന്നു. എല്ലാ ഫുട്ബോൾ പ്രേമികളെയും ഇന്നത്തെ ഫുട്ബോൾ പോരാട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടതുവിങ്ങിലൂടെ ഇടതടവില്ലാതെ ഇടിച്ചു കയറി ഇടം വലം കാലുകൊണ്ട് കാഞ്ചി വലിച്ച് ഇടത്തെ ഷോട്ടുകൾ പായിച്ച് എതിരാളിയുടെ ഇടനെഞ്ച് തകർത്ത് പടവെട്ടി പോരാട്ടം നടത്താൻ സൂപ്പർ ബോയ്സ് മലപ്പുറം സംഘടിപ്പിക്കുന്ന പ്രീ സീസൺ ഫുട്ബോൾ ടൂർണമെന്റിന്റെ തുടക്കം കുറിച്ച് ടീ ടൈം പെരിന്തൽമണ്ണയും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അഖിലേന്ത്യൻ സെവൻസിന്റെ പൊന്നും വിലയുള്ള മിന്നും താരങ്ങൾ മാത്രമല്ല, അതുക്കും മേലെ കാൽപന്ത് കളി വെന്തുമറിയുന്ന ഒരു ബിരിയാണി ചെമ്പായി മാറാണ് ഉമ്മടി മൈതാനം. ഈ ഗാലറിയിലെ 5000 ചങ്ങുകളും ഗോൾ ഗോൾ എന്നാർത്ത് വിളിക്കാൻ ഒരുങ്ങി നിൽക്കാണ്. നിങ്ങൾ ശ്വാസം ഒന്ന് നീട്ടിവിട്ടോളി. ആവേശപ്പോരിന് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം. ഇടത് വലത് വിങ്ങിലൂടെ ഏത് കൊമ്പന്മാര് മണ്ണ് കുളിക്കുക എന്നാലും ഓരൊക്കെ തളച്ചിടാൻ കാൽപന്തിന്റെ 19ാമത്തെ ആടവും പായ്ച്ചണ മലപ്പുറത്തിന്റെ കുങ്കിയാനകളായ വീരന്മാർ ഏറ്റുമുട്ടണം. അഖിലേന്ത്യൻ സെവൻസിന്റെ തങ്കക്കപ്പുകളിൽ പലതവണ ചുണ്ടുമുട്ടിച്ച ഫുട്ബോൾ ടീമുകൾ, ആ ടീമുകളുടെ പടകൾ ഇറങ്ങിക്കഴിഞ്ഞു. വരിക, ഫുട്ബോൾ തെളിച്ച് ഈ വെളിച്ചത്തിലേക്ക് വരിക. കൽവും കാലും ഒരുപോലെ പന്ത് തൊടണം കിക്ക് ഓഫീസിലാണ് നമ്മുടെ ചങ്ക് തുളച്ചിപ്പം മുഴങ്ങിയത്.
പന്തിന് കാൽ കൊണ്ടൊരു മുത്തം പോലെ കുട്ടന്റെ കിക്ക് ഓഫ്. സുഡാനി താരം ബെല്ലാക്കിന്റെ കാലിലേക്ക് പാസ്. ബെല്ലാക്കിൽ നിന്ന് ആഷിഖ് ഉസ്മാന്റെ ബൂട്ടുകളിലേക്ക്. ജിന്നോ മനുഷ്യനോ എന്നറിയാത്ത പോലെ വേഗം കൊണ്ടൊരു മീത്താരി കാണിച്ച് 3 പ്രതിരോധക്കാരെ വെട്ടിപ്പാഞ്ഞ് മുന്നോട്ട് പോവാൻ നോക്കണ ആഷിക്ക. പന്ത് വായന കണ്ട് ഇരിപ്പുറയ്ക്കാതെ ഗാലറിയിലുണ്ട് റാഫിക്ക. അതാ വമ്പന്മാര് കൊമ്പ് കുലുക്കി പായണ പോലെ സൂപ്പർ സ്റ്റുഡിയോ പായണ. വീണ്ടും ബെല്ലാക്ക്. അതാ നോക്കി കണ്ണെത്തുന്നിടത്ത് ബോളെത്തിക്കുന്ന സുഡാനിയുടെ കാൽവേഗത്തിൽ ഒരു മുന്നേറ്റം. തുളുനാടൻ വായ്ത്താരി ചൊല്ലി മറിയണ പോലെ ബൂട്ടിട്ട കാലുകൾ മറിയണ. എന്നിട്ടും ടീ ടൈമിന്റെ കൊട്ട പൊളിയുന്നില്ല. പോർക്കളം തിരിച്ചു പിടിക്കുന്ന സമുറായി പോരാളിയെ പോലെ കുതിച്ചു കയറി ടീ ടൈം. കളി തിരിച്ചു മറിയുന്നു. പന്തുമായി ടീ ടൈം ഇരമ്പിക്കയറുന്നു. 14 പേർ തൊട്ട ആ പന്തല്ല ഇത്. ഗോളിലേക്ക് കുതിക്കുന്ന പന്ത്. കുറിച്ചു വെക്കേണ്ട നിമിഷം ഇവ വെട്ടരുത്. അതാ ഗോൾ പോസ്റ്റിലേക്ക് വിശാലിന്റെ റോക്കറ്റ് ലോഞ്ചർ. അയ്യോ, ഇഞ്ചുകളുടെ വ്യത്യാസത്തില് പോസ്റ്റിന് പുറത്തേക്ക്. ല്ലോ സെവൻസ് ആണ് അതിന്റെ ഒരു ഹരം. മലപ്പുറത്തുണ്ടെങ്കിൽ മിസ് ചെയ്യാറില്ല. നിങ്ങളുടെ ടൂർണമെന്റ് കസറി, പ്രത്യേകിച്ച് ഇവളുടെ കമന്ററി. കൽബും കാലും പന്ത് തൊടുന്ന കിക്ക് ഓഫീസിൽ എന്നൊക്കെ പറയുക അസലായി. അത് ഇവളോടൊന്ന് പറഞ്ഞിട്ട് പോകാന്ന് കരുതിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. രാമായണത്തില് എഴുത്തച്ഛന്റെ ഒരു വരിയുണ്ട്. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ. അതായത് കടലിലെ ഒടുങ്ങാത്ത തിരമാലകൾ എന്ന പോലെ വാക്കുകൾ ഒന്നിനു പുറകെ ഒന്നായി കുതിച്ചെത്തണമെന്ന്. എല്ലാ എഴുത്തുകാരുടെയും മോഹമാണത്. അതുപോലൊരു അനുഗ്രഹം തനിക്കും ഉണ്ടാകട്ടെ. ശരി. ചെലമ്പച്ചിയ ഈ ഒറ്റ ദിവസം കൊണ്ട് സ്റ്റാർ ആയല്ലോ. മൂപ്പത് എന്തൊക്കെയാ പറഞ്ഞത്? കടലെന്നോ തിരമാലെന്നോ? സത്യം പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. എന്തായാലും സംഭവം കളറായിക്കുന്നു. കമന്ററി ആണേലും അനൗൺസ്മെന്റ് ആണേലും അല്ലേ? പിന്നെ അടിപൊളിപ്പുറായി. ഒരു ദുനിയാവാണെങ്കിൽ അതിന്റെ മധ്യരേഖയെന്ന് ഭൂമധ്യരേഖയെന്ന് കൂപ്പർ മോഹൻ നീട്ടിയടിച്ച പന്തൊരു ചൂണ്ടമാരി നീട്ടിയ കാലുണ്ട് ഇടത് വിങ്ങിലെ സ്കൂട്ടർ മൊയ്തുട്ടി വാങ്ങിയിരിക്കുകയാണ്. നോക്കി പന്തുമായിട്ട് മൊയ്തുട്ടി മുന്നിക്ക്. ട്രാഫിക് ബ്ലോക്കിൽ വണ്ടി കുടുങ്ങിക്കുമ്പോ സ്കൂട്ടർ എടുത്ത് വെട്ടി ഒഴിഞ്ഞ് കാറിന്റെയും ബസിന്റെയും ഇടയിൽ കൂടി സിഗ്നൽ ലൈറ്റിന്റെ മുമ്പിക്ക് വരുന്ന മാതിരി സ്കൂട്ടർ മൊയ്തുട്ടി കോഴിക്കോടും ബ്രദേഴ്സിന്റെ ഡിഫൻഡർമാരെ വെട്ടി ഒഴിഞ്ഞ് കല്ലായിപ്പുഴ പോലെ ഒഴുകാണ്. മൊയ്തുട്ടി ഏതാ ഗോൾ പോസ്റ്റിന്റെ നേർക്ക്. മൊയ്തുട്ടിയുടെ ലോങ് പാസ്. ജോസ് പന്തും കൊണ്ട് പൂമ്പാറ്റിനെ പോലെ പാറിപ്പറക്കണ്. വലത്തേക്കാലിന് ഇടത്തേക്കാലിലേക്ക് പന്തെടുത്ത് അങ്ങോട്ട് പായാണ്. ജോസിന്റെ മുന്നിൽ ഗോളി മാത്രം. നാളെ ടീ ടൈം പെരിന്തൽമണ്ണ ആഹ്ലാദപ്പെടണല്ലേ? ഈ വരൂലേ? നാളെ എന്റെ മൈലാഞ്ചി കല്യാണല്ലേ? 1 മണിക്കൂർ വേണേ ഞാൻ വരാം. കമന്ററി അല്ലല്ലോ, അനൗൺസ്മെന്റ് അല്ലേ. എന്ത് ജാടടി എനിക്ക്? ISL ഷൈജു ദാമോദരനില്ലേ ഇത്രയും ബിസി? അതെ, കമന്ററി കളിയുടെ ജീവനാണ്. അനൗൺസ്മെന്റ് അങ്ങനെ ഒന്നുമില്ല. നിനക്ക് വേണേ മതി. എടീ വരാ കരുതേ. ഞാൻ അവളോട് പറഞ്ഞു അതാ ഈ വരുന്നു. ഈ പറയുമ്പോ അതിനൊരു ഗുമ്മുണ്ടാവല്ലോ. ഓക്കെ, ശരി എന്നാൽ. കാൽപന്ത് കളി ആരവത്തിന്റെ ആവേശങ്ങൾക്ക് പറയുന്ന അഖിലേന്ത്യൻ ഫുട്ബോളിന്റെ കളി മൈതാനം മറിച്ച് ബമ്പൻ പടയൊരുക്കി കടന്നു വന്ന് കപ്പടിച്ച ടീ ടൈം പെരിന്തൽമണ്ണ ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരും. ഗോൾ ബാറിന് മുന്നിൽ പറന്നും ചാടിയും കിടന്നും മറഞ്ഞും എതിരാളിയുടെ വിജയമോഹങ്ങളെ തട്ടിത്തെറിപ്പിക്കാൻ കായിക കേരളത്തിന്റെ ഒലിവർ ഖാൻ, ഗോൾ കീപ്പർ മുഹമ്മദ് ഖാൻ. ചീറിപ്പാഞ്ഞു വരുന്ന എതിരാളി തട്ടി വരുന്ന പന്തിനെയും തളച്ചിടാൻ പ്രതിരോധത്തിൽ ഹിമാലയ പർവ്വതം തീർക്കുന്ന പ്രതിരോധക്കാരൻ ഇടതുവിങ്ങിൽ ചീറിയടിക്കുന്ന കിഴക്കൻ കാറ്റിന് പോലും തളച്ചിടാൻ കഴിയാത്ത പ്രതിരോധക്കാരൻ ഷാനബി. ഇടതുവിങ്ങിൽ ചീറി കുതിച്ചു വരുന്ന എതിരാളിയെ തടഞ്ഞു നിർത്തി വഴി മാറടാ എന്ന് ആജ്ഞാപിക്കാൻ TM വിഷ്ണു. കളിയഴകിന്റെ പോരിശയിൽ പാരമ്പര്യത്തിന്റെ പട്ടുറുമാൽ തുന്നിച്ചേർത്ത് എതിരാളിയുടെ ഗോൾ കൂടാരം വിറപ്പിക്കാൻ മുന്നേറ്റത്തിൽ ഹാഫിസ്. പെൺകുട്ടികളെ കുടുംബത്ത് പറഞ്ഞൊരു കിട്ടും. ആമ്പിള്ളേര് പന്ത് കളിച്ച് മറയുന്നിടത്ത് ബായിട്ട് കളിക്കാൻ പോകുന്നൊക്കെ നേരെയല്ലേ. എല്ലായിടത്തും ഇപ്പം പന്ത് കളിയാണല്ലോ. അതുപോലെ നാണുങ്ങൾ ഇടുന്ന മാതിരി കുപ്പായോട്ട് തട്ടവും മര്യാദക്കിടാണ്ട് പോട്ടം പിടിക്കല്
ഫോട്ടല്ലല്ലോ, സെൽഫി സെൽഫി. അല്ല ഖദർക്ക, ഓള് അന്റെ ഒപ്പുകളല്ലേ രഹന? ഓള് നിക്കാഹായിരുന്നു. ചെക്കനെന്താ ദുബായില് MBA-ക്കാര്. എന്തൊക്കെ പുരോഗമനം പറഞ്ഞാലും കെട്ടുകാരും വരുമ്പോ ചെക്കന്മാർക്കെല്ലാം അടക്കം ഒതുക്കുള്ള പെണ്ണുങ്ങൾ ഇഞ്ഞാ വേണ്ടേ. ഇച്ചിരി മുഞ്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പോഴത്തെ ആണുങ്ങൾക്ക് അതൊക്കെ വേണ്ടി നിങ്ങളോടാരാ പറഞ്ഞേ? അങ്ങനത്തെ മണ്ടന്മാരുണ്ടാവും, പക്ഷെ എല്ലാരും അങ്ങനത്തോരല്ല. പിന്നെ ഒപ്പത്തിനൊപ്പം നിന്ന് ജീവിതം ഉണ്ടാക്കുന്ന പെണ്ണുങ്ങളെ തന്നെ നമ്മൾ നോക്കണ്. യൂനിയൻകാരൻ മൊയ്തുവിന്റെ മോനല്ലേ? അതിന് പാപ്പ കൊടി പിടിക്കാൻ പോയി തൗത്തോ പുറത്തോ? ഇനി നിങ്ങൾ തൊള്ളർന്ന അടിക്കുന്ന പറഞ്ഞ റഫീഖ് അടിക്കൂ. കുടുംബക്കാരായോണ്ട് പറഞ്ഞ നിക്കാഹ് നടക്കണമെങ്കിൽ മുതിർന്നവർ പറയുന്നത് കേക്കണം. അസിയെ, ഈ ഓളിയും കൊണ്ട് പൊല്ലേ പോയിക്കോ. മുനീർക്ക, നിങ്ങൾ മൂപ്പര് പറഞ്ഞു കേട്ട് ബേജാറാണ്ട് നിങ്ങൾ വരി. ഓരോ വൈറസുകൾ അറിയിക്കും. ഇനി എന്ത് നോക്കിയാടോ നിൽക്കുന്നത്? പോരാടോ. എന്താ പാത്തു ഇത് പെട്ടെന്ന് ഉണ്ടായൊന്നല്ല, കുറച്ച് മുമ്പേ വന്നിക്കണ്. അന്നോട് പിന്നെ പറയാച്ചിട്ടായിരുന്നു. ഇന്നലെ അങ്ങനെയൊക്കെ ഉണ്ടായിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ കെട്ടുകൊണ്ടുവരൂ. ഇതിപ്പോ എന്താ ഇങ്ങനെന്നൊക്കെ അറിയാം. ഇന്നലെ മൂപ്പർ എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ട് അതും കേട്ട് വന്നിക്ക്. നിങ്ങളൊന്ന് പോയിക്കാണി. പാത്തോ, രഹനേന്റെ കല്യാണം ഉറച്ചുപാടന്നെ ഉപ്പ എന്റെ കാര്യം ആ ബ്രോക്കറോട് പറഞ്ഞിന്. അയാൾ ഇന്നലെയാണ് വിവരം പറഞ്ഞത്. ഓല് വന്ന് കണ്ടുപോയിക്കോട്ടെ. ഉപ്പ വാക്കുകൊടുത്തുയില്ലേ? മറ്റന്നാക്ക് എന്തായാലും പറ്റൂല. കോളേജിൽ പോണോ? ഇന്റേൺഷിപ്പിന്റെ കാര്യം ശരിയാക്കണ്ട്, പ്രൊജക്ട് കൊടുക്കണ്ട്, കൊറേ പണിയുണ്ട്. എന്റെ കാര്യം പറ്റില്ല. എന്നോടൊന്ന് ചോദിക്കാലോ. എന്നോട് ചോദിച്ചിട്ടല്ലോ വാക്കൊടുത്ത്. അനക്ക് എന്നൊരു പ്രൊജക്ട് തന്നെ. ഈ പന്തിന്റെ പിന്നാലെ വായിട്ട് അലക്കാൻ പോകുമ്പോ ഈ പ്രൊജക്ട് ഒന്നും കാണാനില്ലല്ലോ. മോളെ, ഞാൻ പറയുന്നത് കേക്ക്. ഓരോ കുടുംബമൊക്കെ നല്ലതാ. ഇത് നടന്നു കിട്ടിയ അനക്കെന്നെ നല്ലത്. പ്രൊജക്ട് ഉണ്ടാവും. ഞങ്ങളോട് അന്നേ പറഞ്ഞല്ലേ LLB പോയാ മതിന്ന്. അന്ന് വക്കീലും പോലീസും നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടില്ലെന്നും പറഞ്ഞ് നേരത്തെ പഠിപ്പിച്ചു നിങ്ങൾ തന്നെ. കെമിസ്ട്രി എടുത്ത് ടീച്ചറായിക്കോളാം. പെണ്ണുങ്ങൾക്ക് നല്ലൊരു ടീച്ചറാവില്ലെന്നും പറഞ്ഞിട്ട്. അപ്പൊ കൊറേ പ്രൊജക്ട് ഉണ്ടാവും. അതിനായിട്ട് മെനക്കെട്ട് ഇറങ്ങേണ്ടി വരും. നിങ്ങൾ തന്നെ എല്ലാത്തിനും ഉത്തരവാദി. എന്നിട്ടിപ്പോ എന്റെ മേക്കെട്ട് കയറണ്ട. ആടി, ഞാൻ എന്നെ ഉത്തരവാദി എല്ലാത്തിനും. എന്നൊക്കെ പഠിപ്പിക്കാൻ വിട്ടാ ഞാൻ ചെയ്ത് തെറ്റ്. അല്ലേലും എല്ലാ പെണ്ണുങ്ങൾക്ക് ഉള്ളതാ കുറച്ച് പഠിച്ചാ കെട്ടാണ്ടിരിക്കല്. നാണം കിട്ടുന്ന ബാക്കിയുള്ളവരാണ്. മുനീറേ, ഓളോട് വരാൻ പറഞ്ഞാല് ഓള് കണ്ടോളൂ. ഇല്ലമ്മ, കഷ്ടം. ഫാത്തിമ, ഇയാളൊന്ന് പോയി നിന്നാ പോരെ? കെട്ടണോന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അവരെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഉപ്പയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതിന് ടീച്ചർ ഇതിന്റെ ലൈഫല്ലേ? ഞാൻ പോലും അറിയാണ്ടാണോ എന്നെ കാണാൻ പറഞ്ഞത്? എടാ, താൻ പോലും അറിയാതെ തന്നെ കെട്ടാനൊന്നും പോകുന്നില്ലല്ലോ. ഏതായാലും താൻ പോയി അയാളൊന്ന് കാണും. പിന്നെ താൻ പറഞ്ഞ പോലെ തന്നെ ഇന്റേൺഷിപ്പ് അറേഞ്ച് ചെയ്യുന്ന കാര്യം ഞാനൊന്ന് നോക്കട്ടെ. ഇനാഗുറേഷൻ കഴിഞ്ഞെന്നാ തോന്നുന്നത്. ദേ ബാലേന്ദ്രൻ ചുള്ളിക്കാട്. എത്ര വർഷം കഴിഞ്ഞാലും ക്യാമ്പസ് എന്നൊക്കെ കേൾക്കുമ്പോ ഇങ്ങരുടെ മുഖം ഓർമ്മ വരുന്നത്. മിസ്സിന് നല്ല പ്രായം ഉണ്ടാവും. നമുക്ക് ക്യാമ്പസ് എന്നൊക്കെ പറയുമ്പോ ദുൽഖർ സൽമാനൊക്കെ ഓർമ്മ വരാം. ഫാത്തിമയല്ലേ കമന്ററി? യെസ് സർ. ഇവിടെയാണോ പഠിക്കുന്നത്? അതെ സർ. നല്ല അസലായിട്ട് കമന്ററി പറയൂ കുട്ടി. ഫുട്ബോളിന് സാർ ഇവരുടെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലേ? സെവൻസ് ഫുട്ബോളിന്റെ ഉദ്ഘാടനത്തിന് അന്ന് ഈ കുട്ടിയാ കമന്ററി പറഞ്ഞത്. ചെറിയൊരു ചായ സൽക്കാരം ഉണ്ട് ഓഫീസില്. വരൂ ടീച്ചർ. കം ഫാത്തിമ. ഓ യെസ് മാം. നീ എങ്ങനെ നോ പറഞ്ഞ കൊന്നിനും ഞാൻ അന്നേരം. പഴയ പ്രേമൊന്നും മാറിയിട്ടില്ലല്ലേ? പൊടി. ഫാത്തിമ, ദേ സാറ്. സർ, ഇത് ആൻസി ടീച്ചർ. സാറിന്റെ പഴയ ഫാനാ. ഇപ്പൊ ഫാനല്ലേ? ഇപ്പോഴും ഫാനാണ് സർ. ഫാത്തിമ, സർ, ഞാൻ പറഞ്ഞത് മറക്കരുത്. വാക്കിന്റെ സിദ്ധി അതെല്ലാവർക്കും കിട്ടുന്നതല്ല. കമന്ററി പറയുന്ന പെൺകുട്ടി എന്നതിന് ധാരാളം സാധ്യതകളുണ്ട്. അതൊരു അപൂർവമായ വാതിലാണ്. ആ വാതിലിൽ നീ മുട്ടാതിരിക്കരുത്. സമയാവുമ്പോ എന്നെ വിളിക്കൂ. അപ്പൊ വന്നാ മതി. പിന്നെ അന്നോട് ഓലോട് അധികം ചോദ്യമൊന്നും ചോദിക്കണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടാ. മുണ്ടാണ്ടിക്കാനോ? ഞാനോ? നിങ്ങൾ എന്ത് വർത്താനോ അമ്മ പറയണ? ഒരുത്തനിങ്ങനെ വന്ന് കണ്ടിട്ട് പോട്ടെന്നാ അവൻ ഞാൻ മുണ്ടാണ്ട്? മുണ്ടാണ്ടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് നമുക്കറിയാം. ചോദിക്കാനുള്ളൊക്കെ മര്യാദക്ക് ചോദിച്ചോണ്ടി. പിന്നെ ഓരനിപ്പൊ തിന്നാനൊന്നും പോണ്ട. ഉമ്മാന്റെ ബീഫ് വെറുതെ കൂട്ടണ്ടാട്ടാ. ഞാൻ ആലോചിക്കാം. പാത്തുവോ?
നമ്മള് നല്ല അനുസരണോട് വളർത്തിയ കുട്ടിയാ. ഓന്റെ പ്രായത്തുള്ളവര് പന്ത് കളിച്ച് മറിയുന്നോടത്ത് പോലും ഓൻ പോകൂല. അതിനോണ്ട് എന്തായി, ഓന് ഗൾഫിൽ ഇപ്പൊ നല്ല ജോലിയായി, കാറായി, ഐഫോണായി, എല്ലാം ആയി. അല്ല, പന്ത് കളി ഒരു പ്രശ്നമാണോ? പ്രശ്നാണ്. പഠിക്കുന്ന കുട്ടികളാകുമ്പോ നമ്മൾ അതിനല്ലല്ലോ വില കൊടുക്കേണ്ടത്. ഓന് പഠിത്തം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒക്കെ. പിന്നെ ഓളെ വിളിക്കോ? പാത്തുവോ? ഇതാണ് നവാസിന്റെ ഉമ്മ. 165. എന്ത് നീളം പറഞ്ഞ അമ്മ കഷ്ടപ്പെടണ കണ്ടേ. മോളെന്തിനാ പഠിക്കണേ? BSc ബയോകെമിസ്ട്രി. നമ്മള് ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലി ഒന്നല്ല. അവിടെ എല്ലാരും സിനിമക്കൊക്കെ പോകലൊക്കെ ഉണ്ട്. ജീൻസ് ഒക്കെ കല്യാണം കഴിഞ്ഞുകൂടാ. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഇറക്കമുള്ള ടോപ്പ് ഇട്ടാ മതിയാവും. അതിനൊക്കെയുള്ള അനുവാദം ഉണ്ട്. എന്നാ പിന്നെ ചെക്കനും പെണ്ണ് സംസാരിക്കട്ടെ. ഓര് സംസാരിച്ചോട്ടെ. ഉമ്മ ഇഷ്ടല്ലല്ലോ കാര്യോ. അല്ലേ പാത്തു? പെട്ടെന്ന് പോരെ. നിങ്ങളെ പേര് നവാസ് എന്നല്ലേ? നവാസ്. പഠിപ്പിസ്റ്റ് നവാസ്. ചെറുതായിട്ട്. നമുക്കൊന്ന് അവിടെ പോയി സംസാരിച്ചാലോ? നിക്കാഹ് നോക്കണ്ടെന്ന് തന്നെ ഇന്നലെ അറിയണം. കഴിഞ്ഞ ദിവസം എന്റെ കൂട്ടുകാരി രേണേന്റെ നിക്കാഹ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന പാടെ വാപ്പതേ ഒരാള് കാണാൻ വരുന്നു എന്ന് പറയുന്നു. രേണേന്റെ നിക്കാഹ് കഴിഞ്ഞതിന്റെ ടെൻഷനില്ലേ വാപ്പ ഓരോന്ന് കാട്ടിക്കൂട്ടാ. അതാ എന്റെ മുഖം ഇങ്ങനെ. നിങ്ങളെപ്പോഴും ഫോണിലാണോ? ഞാനിങ്ങനെ ടെൻഷനായിട്ട്. വായിക്കുന്ന ശീലമുണ്ടോ? വായന ഇല്ല. ബുക്ക് വായിക്കൂല? ഇല്ല. അല്ല, സിനിമ കാണാറുണ്ടോ? സിനിമയ്ക്ക് ഏത് സിനിമകളാ കൂടുതൽ ഇഷ്ടം? അങ്ങനൊന്നുമില്ലപ്പാ, ജസ്റ്റ് കാഷ്വൽ ആയിട്ട്. കാഷ്വൽ ആയിട്ട് എന്ന് വെച്ചാ വെറുതെ തിയേറ്ററിൽ പോയി. നിങ്ങൾ പന്ത് കളി കാണാറുണ്ടോ? കളിക്കാറുണ്ടോ? ഇല്ല, പന്ത് കളിയോട് വലിയ താല്പര്യമില്ല. എന്നാലും അർജന്റീനയോ ബ്രസീലോ? അല്ല, വേണ്ട വേണ്ട, മാഡ്രിഡോ സിറ്റിയോ? ഈ സിറ്റി എന്നൊക്കെ പറയുമ്പോ മാഞ്ചസ്റ്റർ സിറ്റി, കെവിൻ ഡി ബ്രൂയ്നൊക്കെ ഉള്ള. കെവിൻ? നിങ്ങളത് വിടപ്പാ, നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. ദുബായിൽ ഏത് കമ്പനിയിലാ? എന്താ പോസ്റ്റ്? അതൊരു പുതിയ കമ്പനിയാ, ജർമ്മനിയിലെ മദർ കമ്പനി. ഫാമിലി വിസ ആണോ? കല്യാണം കഴിഞ്ഞ കൊണ്ടുപോവോ അതോ എവിടെ നിക്കണോ? ഇപ്പൊ ഫാമിലി അല്ല, പക്ഷെ. നിങ്ങളെന്താ പഠിച്ച്? എവിടെയാണോ? ഫറൂഖിലാണോ? ഞാൻ വരിക. അല്ല, ഫാമിലി വിസ? ഞാൻ പഠിച്ചത്. നിങ്ങൾ പോലെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. നിങ്ങൾ ലോട്ടറി എടുക്കോ? സെവൻസ് നടക്കുന്നോടത്തുനിന്ന് ആദ്യമായിട്ട് എന്റെ പേരും എന്റെ സൗണ്ടും കേൾക്കണേ. അപ്പോഴേക്കും ഫെഡറേഷനുകൾ തീരാനുമായി. എന്നാ പിന്നെ സെമി ഫൈനലും ഫൈനലും കുറച്ച് കൊഴുക്കട്ടെന്ന് കരുതിയിട്ടാണ് അന്നെ വിളിക്കാൻ അവർ സമ്മതിച്ചത്. പക്ഷെ പാത്തു ഉഷാറായിരുന്നു സത്യം. അത് നേരിട്ട് പറയാനാണ് വിളിപ്പിച്ചേ. ഈ ലേറ്റ് ആയതുകൊണ്ടാ. ഇല്ലാണ്ടെങ്കിൽ ഫെഡറേഷന്റെ യോഗത്തിൽ അന്നെ വെച്ച് ഞാൻ പറഞ്ഞത് കൂടെ ഒരു പൂമാലം. അയ്യോ, പൂമാലൊന്നും വേണ്ടെന്ന്. നിങ്ങളുടെ ഈ പറച്ചിലൊക്കെ തന്നെ ഒരു ബല. അതിന്റെ സന്തോഷം ഒരു പൂമാലയ്ക്കും തരാൻ പറ്റൂല. ഇത് നമ്മളൊരു സന്തോഷം. വലിയ തുക എന്ന് പറയാനൊന്നുമില്ല. പിന്നെ ഫെഡറേഷനെ തുടക്കത്തിന് വിളിക്കും. അതുകൂടാതെ സ്കൂൾ മാച്ച് ഉണ്ട്, അതിന്റെ ഫൈനലിലും വിളിക്കും. അല്ലോടെ ചെയ്യാം. പിന്നെന്താ, നമ്മുടെ ഇന്റർ ഡിസ്ട്രിക്ട് കൊണ്ട് തുടങ്ങാണ്. പിന്നെ പ്രായ ആൾക്കാർ പലതും പറയുന്നുണ്ട്. അത് ഇജും കേട്ടതാണല്ലോ. അതൊന്നും കാര്യാക്കണ്ടല്ലോ ഇവിടെ. എന്നെ കൊണ്ടാക്കാൻ പറഞ്ഞ വിളിച്ചാണ്. ഇറങ്ങിയപ്പോഴെങ്കിലും എത്തിയല്ലോ. എന്നാ പോവാന്നേരം. ഹലാക്കിന്റെ ഹാപ്പിനെസ് അടുത്ത സീസണിൽ എത്താൻ പറഞ്ഞു. ആരാണ് കൈപിടിച്ച് നടത്തിയത്? അതിന്റെ ഒരു ബർക്കത്ത് കാണാതിരിക്കൂലല്ലോ. ഇൻഡസ്ട്രിക്ക് മുത്തല്ലേ. എത്ര വരെ പറ്റിച്ചു? അല്ല, ഓരോരുത്തർ എത്ര വാങ്ങിയെന്ന്? ഓ, അതൊന്നും തൽക്കാലം മോൻ അറിയണ്ട. ഇതൊക്കെ ചെറുത്. ഇതിപ്പം വലിയ വലിയ ഐറ്റങ്ങൾ ഇനിയും വരാണ്. വീട്ടിലേക്ക് വാ, അവിടെ ഒരു ഇടിവട്ട ഐറ്റം കാത്തിരിക്കുന്നു. എന്താ? അതൊന്നും തൽക്കാലം മോൾ അറിയണ്ട. വന്ന് വണ്ടി കയറി വാ. റെഡ് കാർഡ് കാണിക്കോ? ഫൈനൽ വിസിലാണെന്ന് തോന്നുന്നു മോളെ. ഇയാരെ പോലീസോ ഓനെ ക്വസ്റ്റ്യൻ ചെയ്യേ? പോവാൻ നിന്ന് ഓനെ പിടിച്ചേർത്ത് പിന്നെയും ചോദിക്കണോള്. ഇതൊക്കെ ഏതെങ്കിലും പെൺകുട്ടികൾ കാട്ടുന്ന പണിയാണോ? ഓരനെ വിളിച്ച് പറയുന്ന കിട്ടുന്ന തൊലി എരിഞ്ഞു പോയി. ഇങ്ങനെ പെൺകുട്ടികളെ വളർത്താതെ ഓല് ചോദിക്കുന്നത്. എന്താ അവരോട് ചോദിച്ചത്?
അല്ല കുറെ ചോദിച്ചത് കേട്ടല്ലോ. ഇങ്ങള് നിക്ക്, ഓളോട് സമാധാനത്തിലൊന്ന് ചോദിക്ക്. ഞാൻ ഫാമിലി വിസ ഉണ്ടോന്നും കമ്പനിയൊക്കെ ചോദിച്ചുള്ളൂ. ഓൻ എന്നോട് എന്താ ചോദിച്ചു പാത്തോ? അതിന് ഓർക്ക് ശ്വാസം വിടാനുള്ള സമയം കൊടുക്കണ്ടേ? മുനീറെ 4-5 ദിവസം മുമ്പ് എന്നോട് എന്താ പറഞ്ഞു? എന്നിട്ടിപ്പോ എന്തായി? എന്റെ മോളുടെ കുറ്റം കൊണ്ട് എന്നെ ഓല ഇട്ടിട്ട് പോയി. ഇട്ടിട്ട് പോയി? ആരിട്ടിട്ട് പോയി? അതിനൊന്നെ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ കെട്ടാൻ പറ്റിയ ഒരാള്. ഈയല്ലല്ലോ ഓനെ കെട്ടുന്നത്, ഓ ഇന്നല്ലേ? അല്ല എന്റെ കാതർപ്പ, നിങ്ങൾ ഏത് കാലത്താ ജീവിക്കണേ? അന്ന് നിങ്ങൾ പറഞ്ഞൊക്കെ കേട്ടുന്നതേ അത്ര ആൾക്കാരുണ്ടായോണ്ടാ, അല്ലാണ്ട് നിങ്ങൾ പറയുന്നതിൽ കാര്യം ഉണ്ടായിട്ടല്ല. ഇത് എന്നെ കാണാൻ വന്ന ചെക്കനോടല്ലേ ചോദ്യങ്ങൾ ചോദിച്ചത്? അത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോട് ഒരു ഇഷ്ടമില്ലാത്ത, അതിനെ കുറിച്ചൊന്നും അറിയ പോലും ഇല്ലാത്തൊരു ചെക്കനൊക്കെ കെട്ടാൻ പറ്റൂല. ആരോട് എന്താ പറയണെന്ന് വല്ല ബോധമുണ്ട് എനിക്ക്? ഇജൊന്ന് സമാധാനപ്പെട്ട് പാത്തുവോ, മര്യാദക്ക് സംസാരിക്കുക. ഉപ്പ, നിങ്ങളും കൂടി മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്തേലും ഒന്നായിട്ട് 2 കാലിൽ നിലത്തുറച്ച് നിൽക്കട്ടെ, എന്നിട്ടേക്ക് കെട്ടാൻ പ്ലാനുള്ളൂ. അല്ല നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് കെട്ടിക്കാനാ പ്ലാനെങ്കിൽ എനിക്ക് വേറെ പല വഴിയുണ്ട്. ചാവൂന്നൊന്നും വിചാരിക്കണ്ട, ഇവിടെ കോടതിയും കേസും ഒക്കെ ഉണ്ട്. കാതർപ്പ, എനിക്കോനെ തീരെ പറ്റിയിട്ടില്ല. ലോട്ടറി എടുക്കും. ലോട്ടറി എടുക്കുന്നവരൊക്കെ കണ്ണെടുത്താ കണ്ടൂടാ. വെറുതെ കുത്തിയിരുന്ന് പൈസ ഉണ്ടാക്കുന്ന വിചാരിക്കുന്നല്ലേ? അങ്ങനെ വരട്ടെ, അത് പറ. പാത്തോ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റൂല. വീട്ടിൽ നിന്ന് മാറിയിട്ട് ഹോസ്റ്റലിലെ ചെറിയ മുറിയിൽ നിൽക്കലൊന്നും എന്നെ കൊണ്ട് കഴിയൂല കേട്ടോ. ഹോം സിക്നെസ് ഉണ്ട്, അതൊക്കെ ശരി തന്നെ. എന്നുവെച്ചിട്ട് ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് പോണം. ഇവളോട് പോണ്ടെന്ന് പറ. ഓളെ സമ്മതമില്ലാണ്ട് കെട്ടിക്കൂലെന്ന് നിക്കാൻ നടത്തൂലെന്ന് ഓളോട് പറഞ്ഞോളാം. ആക്ക് ഞാൻ അവളോട് എപ്പോഴോ പറഞ്ഞു നോക്കിയത്. അന്നത്തെ ചകൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇനി വെറുതെ നിന്നോടുത്താ മതി. അതല്ലേക്ക, ഇപ്പൊ ഓളെ സമ്മതമില്ലാതെ ഇപ്പൊ നമുക്ക് ഓളെ കെട്ടിക്കാൻ പറ്റും. എന്താ ഇപ്പൊ എന്റെ ശബ്ദം കേട്ടല്ലോ? എന്നോട് പോണ്ടാന്ന്, എന്നപ്പോ കെട്ടിക്കൂലെന്ന്. പാവണ്ട് കേട്ടോ. അല്ല കോഴിക്കോടല്ല കാക്ക, ഇതൊന്ന് വായിച്ചേ. അല്ലേ വേണ്ട, വായിച്ചിട്ട് പറഞ്ഞു കൊടുത്താളാ. നേരാണമ്മ, ലാബിലാണ്, ബയോകെമിസ്ട്രി ലാബില്. കേട്ടല്ലോ, അല്ലാണ്ട് നിക്കാൻ പെണ്ണാണല്ലോ അല്ല എന്റെ പ്രശ്നം. അല്ല ചെലമ്പച്ചി, എനിക്കിപ്പോ കളിയൊന്നുമില്ലേ? ഇനിയിപ്പോ നോമ്പ് തീർന്നവരെ ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ നിങ്ങള് കുറച്ച് ക്രിക്കറ്റ് ഒക്കെ കളിച്ചടക്കി. പെരുന്നാളാകുമ്പത്തേക്ക് ഞാൻ എത്തും. പിന്നെ കളി മലപ്പുറത്ത് മാത്രമൊന്നുമില്ലല്ലോ, ഇതിന് പുറത്തും വലിയ ലോകമുണ്ട് മോനെ. ഫിഫ വേൾഡ് കപ്പ് പോയിന്റ് ക്ഷീണായിരിക്കും. അല്ല ഇവിടെ IFL ഒക്കെ നടക്കുന്നുണ്ട്, അവിടെ കൂടെ ഒന്ന് ട്രൈ നോക്കാവുന്നതാണ്. പിന്നെന്തായിരുന്നു ഇവിടെ മെയിൻ? നൈലോൺ വലകളാൽ തീർത്തല്ല ബന്ധിച്ച ഗോൾ പോസ്റ്റിന് മുന്നിൽ കിടന്നും പറന്നും ചാടിയും കിടന്നും മറഞ്ഞും എതിരാളിയുടെ വിജയമോഹങ്ങളെ തട്ടിത്തെറിപ്പിക്കാൻ. ഞാൻ എന്റെ പഠിത്തത്തിന്റെയും ജോലിയുടെയും ഭാഗമായിട്ടാണ് പോണത്, അല്ലാണ്ട് നിക്കാഹ് പേടിച്ചിട്ടൊന്നുമല്ല. പിന്നെ ഇതെന്റെ ജീവിതമല്ലപ്പാ. ഞാൻ വിചാരിച്ചെടുത്തേക്ക് ഞാൻ തന്നെ എത്തണ്ടേ. കണ്ണിക്കണ്ണ നാട്ടുകാരെയും എവിടേക്കുള്ള കുടുംബക്കാരെയും കണ്ടിട്ടല്ലോ, നിങ്ങളെ കൈ പിടിച്ചിട്ടല്ലേ ഞാൻ ഇവിടെ വരെ എത്തിയത്. അപ്പൊ അവിടേക്ക് നിങ്ങൾ തന്നെയല്ലേ എന്റെ കൈ പിടിക്കേണ്ടത്. മോളെ, നമ്മളൊരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാ. സ്വപ്നം കാണാനൊക്കെ എല്ലാവരും പറയും, എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ മാഷന്മാര് വലിയ വലിയ സ്വപ്നങ്ങളെ കാണാൻ. എന്നിട്ടെന്താ, നമ്മളങ്ങോട്ട് സ്വപ്നം കണ്ട് കാണും, പിന്നെ കൂട്ടിയാ കൂടൂല. സ്വപ്നത്തിന്റെ മേലേന്ന് ഒരൊറ്റ വീഴ്ചയാണ്, അതൊരു വലിയ വീഴ്ച തന്നെ. ആകാശം സ്വപ്നം കാണാൻ പറയുന്നവരൊന്നും അങ്ങോട്ട് എത്താനുള്ള പടികൾ നമ്മൾ തന്നെ കെട്ടണമെന്ന് പറയൂല. അതൊന്നും ആലോചിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി പറ, ഞാൻ വീഴോ?
രാജേട്ടാ ശരി. ചേച്ചി ഇന്റേൺഷിപ്പിന് വരാൻ പറഞ്ഞിരിക്കണ. ആ ഓക്കെ, അവിടെ വെയിറ്റ് ചെയ്തോളൂ. അവിടെയോ? ആ ആരാ എന്താ? ഇന്റേൺഷിപ്പാണോ? അതെ സർ. ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഈ ലാബിൽ നടക്കുന്ന എല്ലാം നോട്ട് ചെയ്യണം. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാല് സ്പെസിമെൻസ്, മോളിക്കുലർ അനാലിസിസ്, ടെസ്റ്റിംഗ് മെത്തേഡ്സും എല്ലാം. ഒന്ന് പറഞ്ഞു കൊടുത്തേ. സർ ഒരു കാര്യം ചോദിക്കണായിരുന്നു. എന്തേ? നമുക്കിവിടെ സാറ്റർഡേ സൺഡേ അവധിയാണോ സർ? എന്താണെന്ന്? നമുക്കിവിടെ സാറ്റർഡേ സൺഡേ അവധിയാണോ? അല്ല, ഓഫ് എന്ന് എടുക്കാൻ പറ്റുമെന്ന് അറിയാനായിരുന്നു. ഞാൻ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. താമസിക്കുന്നിടത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടേനു. അതിനാട്ടാ. ഫാത്തിമ ജോയിൻ ചെയ്തിട്ട് എത്ര രൂപയായി? 5 മിനിറ്റ് ആയി സർ. മറ്റെല്ലായിടത്തും പോലെയല്ല ഇവിടെ. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞ് തട്ടിക്കൂട്ട് പരിപാടി ഇവിടെ നടക്കൂല. അത് ഞാൻ ആദ്യമേ പറയാം. പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ മാത്രമേ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. മനസ്സിലായോ? 5 മിനിറ്റ് ആയിട്ടില്ല ലീവിങ് ചോദിച്ചു വന്നേക്കാണ്. ഇവിടെ എത്തിട്ട് നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. എവിടെ താമസം? താമസമൊക്കെ നേരത്തെ റെഡി ആയിക്കുന്നു. എന്റെ സീനിയർ ആയിട്ട് പഠിച്ച ഒരാളുണ്ട് ഇവിടെ. പഠിച്ചതുപോലെ കെമിസ്ട്രി ഒക്കെ തന്നെ. പക്ഷെ ജോലി പത്രത്തിലാ. രമ്യാവണി. ടൈംസിലാ. എന്റെ അമ്മ എഴുത്തൊക്കെ വായിക്കണോ? പത്രത്തിലൊക്കെ ഇടയ്ക്ക് പേരുണ്ടാവും. കണ്ടിക്കണോ? പതുക്കെ പറ, പതുക്കെ പതുക്കെ. തലയില് ചക്ക വീണാലും ചാവൂല, തല്ലിക്കൊന്നാലും ചാവൂല. ഇപ്പൊ എന്റെ കുറ്റം പറഞ്ഞ് നാവെടുത്തുള്ളൂ. നീ കിടന്ന് അലക്കാതെ. രാവിലെ തന്നെ ഒരു അസൈൻമെന്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്ന് ഫ്രീ ആയത്. എങ്ങനെയുണ്ട് അവിടെ? കൊഴപ്പല്ല, ഭയങ്കര പഠിത്താ. പഠിച്ചു പഠിച്ച് ഇക്കന്നെ ഞാൻ ഒരു സയന്റിസ്റ്റ് ആവുന്നാ പേടി. പിന്നെ ശ്വാസമെണ്ണ സൗണ്ടിന് വരെ സൈലൻസർ വേണ്ടി വരുന്നുണ്ട്. അമരീഷ് പുരിയുടെ കൊള്ള സംഘം പോലുണ്ട്. അയ്യോ മതി മതി മതി. നേരിട്ട് കാണുമ്പോ പറയാൻ എന്തെങ്കിലും ഒന്ന് ബാക്കി. അതിനൊന്നും മുട്ടു വരൂല മോളെ. എന്തെല്ലാം പറയാണ്ട്. എന്റെ വർക്കൊരു 4 തീരും. ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്കൊന്നിച്ചു പോവാം. വൈകിട്ടൊരു പരിപാടിയുണ്ട്. ശരി 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 ശരി. അമരീഷ് പുരിയുടെ കൊള്ള സംഘം, ലൈറ്റൊക്കെ മിന്നണ കൊള്ള സംഘം, മുണ്ടാൻ പറ്റാത്ത കൊള്ള സംഘം, വെടിവെച്ച് കളിക്കണ കൊള്ള സംഘം. അപ്പൊ അതാണ് കാര്യം. പാപ്പൊടുവില് കീഴടങ്ങിയതല്ലേ? പിന്നെ നീ എന്തിനാ ഈ 2 ആഴ്ചത്തെ ഇന്റേൺഷിപ്പ് മാറ്റി 2 മാസാക്കിയത്? 2 മാസം എന്താ പരിപാടി? വല്ല ചുറ്റിക്കളി ഉണ്ടോ? ഒന്ന് പോയിക്കവിടുന്ന്. ചുറ്റിക്കളിക്ക് പോയിട്ട് വേണം. പിന്നെ അവൻ പറയുന്ന പോലെ ഡ്രസ് ഇടണം. എവിടെയെങ്കിലും പോണേ ഓനോട് പറഞ്ഞിട്ട് പോണം. നൈറ്റ് ഉറക്കളിച്ചിരുന്ന് മെസ്സേജ് ഇടണം. ആളെ വിടും. പിന്നെന്തൊരു കള്ളത്തരം. ഡി ഭയങ്കര റീസെന്റ് ആയിട്ട് ഉള്ളിൽ കയറിയ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് എന്റെ പിന്നാലെ പോണെന്നാണ്. അതിന്റെ ആദ്യത്തെ പടിയാണ് ഈ കൊച്ചി വരവ്. ദി ഫസ്റ്റ് സ്റ്റെപ്പ്. എൻട്രോ കൊള്ളാം. ഇനി കാര്യം പറട്ടെ. കാര്യം ഇച്ചിരി ഇൻസൈൻ ആണ്. എന്നാലും ഒരു കമന്റേറ്റർ ആവണം മോളെ. എന്താന്ന്? കമന്റേറ്ററോ? എന്ത് വിളിച്ചു പറയുന്ന കമന്റേറ്റർ? ഫുട്ബോളിന്റെ. ഇവിടെ സ്റ്റേഡിയത്തിൽ കളിക്കുന്ന IFL ഫുട്ബോളിന്റെ കമന്റേറ്റർ. എന്ത്? എങ്ങനെ? എടാ നിനക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ദാമോദർജി. റൊണാൾഡോ. ഓ, നിങ്ങളിത് കാണുക. ഈ ഭൂലോകത്തിൽ why this man is called. നീ കാര്യം പറ. ഏതാണ്ട് അങ്ങനെയൊക്കെയാണ് ഒരു ലൈൻ. അത്ര ആവേശം എടുത്ത് കളി പറയണം. ഈ ആൾക്കാർ മൊത്തം നമ്മൾ പറയണ കേട്ട് ഫുട്ബോൾ കാണണം. ഗോള് വീഴുമ്പോ നമ്മുടെ ആവേശം കേട്ട് ആവേശം വരണം. പെനാൽറ്റി പോസ്റ്റുമ്പോ തട്ടിപ്പോകുമ്പോ നമുക്കൊപ്പം കരയണം. അങ്ങനെ അവരൊരു മാജിക്കിൽ നിർത്തണം. പൊളി. കൊള്ളാം മോളെ. നിന്നെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. പക്ഷേ നടക്കാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് നീ ആദ്യം മലയാളം പറയാൻ പഠിക്കണം. ഈ മലബാറൻ മലയാളം അല്ല, അച്ചടി മലയാളം. പിടിച്ച നിനക്കിന്ന് പോണ്ടേ? താമസ സ്ഥലം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് 2 ദിവസം ലീവാക്കി.
വന്നപ്പോ തന്നെ 2 ദിവസം അവരെ രക്ഷപ്പെട്ടു. ചായയോ? യെസ് മൈ ഡിയർ. ഇതെന്താ ഒരു കൈക്കൂലി ചായ? ഇക്കന്റെ ഒരു ഹെൽപ്പ് വേണം. അനക്ക് ഇവരൊക്കെ അറിയായിരിക്കുമല്ലോ. ടു ഡു ലിസ്റ്റോ? കേരള ഫുട്ബോൾ ഫെഡറേഷൻ ഒരുമ്പെട്ട് ഇറങ്ങിക്കോണല്ലേ? ചേട്ടാ, പ്രസിഡന്റ് ഇല്ലേ? ആര്? ഈ ഫെഡറേഷൻ പ്രസിഡന്റ് ജയേഷ് നായർ. ഫുട്ബോൾ കളിയുടെ മീറ്റിംഗ് അടക്കിയ കഴിയാത്തൊരു സമയമെടുക്കും. ഓ, വെയിറ്റ് ചെയ്യാം. ആ ശരി. എടാ, എനിക്ക് വേറെ പണിയുണ്ടെങ്കിൽ തീർത്തിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? ആ, എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ. പോയിട്ട് വാ. എന്തേലും ഉണ്ടോ നീ വിളിക്കും. പോട്ടെ. വേണ്ട കൊറേ ഉണ്ട്. വേണ്ട മോളെ, എടുത്തോളൂ. വേണ്ട. മീറ്റിംഗ് കഴിഞ്ഞെന്ന് തോന്നുന്നു. സാറ് വരാം. ആ കോൺട്രാക്ടിന്റെ കാര്യം നോക്കിക്കോണം. അതുപോലെ സ്റ്റേഡിയത്തിലെ കാറ്ററിംഗ് ഞാൻ പറഞ്ഞ അക്ഷിക്ക് തന്നെ കൊടുക്കണം. കുഴപ്പമില്ല. സർ, ഞാൻ ഫാത്തിമ, മലപ്പുറത്തു നിന്നാണ്. സ്റ്റുഡന്റ് ആണ്? അതെ. ഈ IFLന്റെ വോളണ്ടിയർമാരെ എടുക്കുന്ന ഫെഡറേഷൻ വഴിയല്ല? അതല്ല സർ. പിന്നെ ഈ IFLന് കമന്റേറ്റർമാരുടെ സെലക്ഷൻ എങ്ങനെയാന്ന്? എന്താ? കമന്ററിയുടെ സെലക്ഷന്? അതെ സർ. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ. പേര്? ഫാത്തിമ. ഫാത്തിമ ബീവി, 1000 കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന മത്സരം ഏത്? എത്ര? 1000 കോടി. 1000 കോടി. 1000 കോടിയിൽ എത്ര പൂജ്യം ഉണ്ടെന്നറിയാമോ? ഒരു കാര്യം ചെയ്, വോളണ്ടിയർ ആകാനുള്ള പേര് ഇവിടെ കൊടുത്തു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും കേട്ടോ. പിന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങി ബോളൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റും കേട്ടോ. അല്ല സർ, ഞാൻ വോളണ്ടിയർ ആവാൻ വന്നല്ല. കമന്ററിക്ക് എന്തെങ്കിലും ഒരു ചാൻസ്. സർ ഇതൊന്ന് നോക്കോ സർ. സർ പ്ലീസ്, ഇതൊന്ന് നോക്കോ. ഒരു കാര്യം ചെയ്, എന്റെ നമ്പർ ഇവിടെ നിന്ന് വാങ്ങിച്ചോ, അതിലോട്ടാ ചെയ്. നിങ്ങൾ എന്ത് പണിയാപ്പാ കാണിച്ച്? പന്തൂരിലുള്ള ഉള്ളക്കം കണ്ട ഓള് രാവിലെ പയം കഴിച്ചില്ല അതിന്റെ ആണെന്ന്. സ്ഥിരം പരിപാടി വേണ്ട കേട്ടോ. ഉഗ്രനായിട്ടല്ലോ ഞാൻ പറയുന്നൊക്കെ കിടിലൻ. എന്നെ കമന്ററി പറയാൻ വിളിച്ചത് എങ്ങനെയാന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. സെലക്ഷനൊക്കെ IFLലും ആ സ്പോർട്സ് ചാനലും. ഏതായാലും മുംബൈയിലാണ് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആരാണ് ഇതിന്റെ ഡിസിഷൻ മേക്കറിന്? വൺ മിസ്റ്റർ ശിവ. ശിവ ഈസ് ദ ഫൈനൽ വേർഡ്. സെലക്ഷൻ സമയത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്റെ റെഫറൻസ് കൊണ്ട് തനിക്ക് വലിയ കാര്യം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. കോണ്ടാക്ടും പാടായിരിക്കും. ചേട്ടാ, എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഒന്ന് പറയണം. തീർച്ചയായിട്ടും അറിയിക്കും. ശരി ശരി. എടെ, നീ പറഞ്ഞു വെച്ചിട്ട് ഞാൻ കുറെ മെയിലൊക്കെ അയച്ചു നോക്കി, കുറെ കോണ്ടാക്ട്സ് ഒക്കെ നോക്കുകയും ചെയ്തു. പക്ഷേ രക്ഷയില്ല. നമുക്കില്ല യാതൊരു റോളും ഇല്ല. മാൻ മുഴുവൻ സ്റ്റാർ ആണ് നോക്കുന്നത്. എന്തായാലും ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യട്ടെ. എന്തെങ്കിലും ഉണ്ട് അറിയിക്കും, ഞാൻ വിളിച്ചോളാം. ഓക്കെ, ശരി.
പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം മാഡം. നിവേദനമായിട്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതല്ലേ. സതീഷേട്ടാ ഇതൊന്ന് വാങ്ങിയത്. ആ രമ്യ, എന്നുണ്ട് വിശേഷം? നന്നായിരിക്കുന്നു മിനിസ്റ്റർ. ടൗൺ ഹാളിൽ 3 മണിക്കല്ലേ സമ്മേളനം? അതെ അതെ, ഞാൻ കുറച്ചു ദിവസം അമ്മയെ കണ്ടിട്ട് 3-4 ദിവസം ഇവിടെ കാണും. മാം, ഇത് ഫാത്തിമ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ കമന്റേറ്റർ ഞാൻ വീഡിയോ ഒക്കെ അയച്ചിരുന്നു. ഓ, ഇതാണല്ലേ കമന്ററി ഉള്ള. മാം, ഞാൻ പറഞ്ഞ കാര്യം എന്തെങ്കിലും? എടോ, ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞതന്നെ എനിക്ക് പറയാനുള്ളൂ. കളി ഇവിടെ നടക്കുന്നതേ ഉള്ളൂ. സർക്കാരിന് അത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചാൽ ഒരു 10 VIP പാസ് കിട്ടുമായിരിക്കും. നിങ്ങൾ ആ ജയേഷിനെ കണ്ടില്ലായിരുന്നോ? അല്ല, അയാളാണ് മൊത്തത്തിൽ ഇതിന്റെ ഒരു. പിന്നെ രമ്യയായോണ്ട് പറയുക, ഇതൊന്നും നടപടിയാവില്ലടോ, വലിയ പാടാ. ശരി, ആ നിങ്ങൾ നിൽക്കും, ഞാനിപ്പോ വരാം. ഓക്കെ. എടോ, ഇവാനെടുത്ത തീരുമാനം ചിലര് ശരിയാണെന്ന് പറയുന്നുണ്ട്, ചിലര് തെറ്റാണെന്ന് പറയുന്നുണ്ട്. ഇതിനിപ്പോ ഞാനെന്ത് തീരുമാനം പറയാനാ? അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി? വിദേശത്തുനിന്ന് റഫറിമാരെ ഇന്ത്യയിലേക്ക് ഇറക്കാൻ പോകുന്നു. അപ്പൊ ഇന്ത്യൻ റഫറിമാരെ എന്ത് ചെയ്യും? വീട്ടിലിരുന്ന് വിസിലടിക്കേണ്ടി വരും. ഞാൻ ഫാത്തിമ. ഇയാളെ കൊണ്ട് വലിയ ശല്യമല്ലടോ. എടോ, ഇങ്ങനെ ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് വേണ്ടി എന്റെ പുറകെ നടന്ന് ചെരുപ്പ് വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ കത്ത് കറങ്ങാതെ വീട്ടിൽ പോകാൻ നോക്കച്ചേ. എടോ, കോച്ചിനോട് പോകാനല്ല പറഞ്ഞു, ഇവിടുന്ന് ഒരു കൊച്ചിനോട് പോകാനാ പറഞ്ഞു. കമന്ററിയോ? ഏയ്, നോ ചാൻസ്. നിനക്ക് മാറി സാറിന് കിടയാതെന്നാ. എടോ, നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. എന്തിനാണ്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന് തനിക്കിവിടെ കയറാനുള്ള പെർമിഷൻ ഉണ്ടോ? എത്ര തവണ പറയാൻ പറ്റില്ല? ശല്യടോ. ഓക്കെ, ഉടനെ പോവാവേ. ആ ക്യാനിലിങ് എടുത്തേക്ക്. ഓക്കെ. ഇവിടെ നല്ലോണം പൈസയോ? വാ, എന്റെ നാട്ടിലെ വീടും പറമ്പും ഞാൻ എഴുതി കൊടുത്തു. ഇനിയൊരു പശുമ്പയും കൂടിയുണ്ട്, അതിനെയും കൊടുക്കുക. അതവിടെ നിക്കട്ടെ. ഇനി എന്താ മോളുടെ പ്ലാൻ? കാര്യം നടക്കില്ലെന്ന് ഏകദേശം ഉറപ്പായല്ലോ. അതുകൊണ്ട് വേഗം വിട്ടോ, ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ടിക്കറ്റോ? നിങ്ങക്കോ? ആ, ഞാനിവിടെ നിൽക്കുന്ന റോസിക്ക് ഇഷ്ടമില്ലെങ്കിൽ റോസി ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകും. ഫ്രഷ് കളി തുടങ്ങാൻ നീ 2 മാസം ഉണ്ടല്ലോ. നോക്കട്ടെ, നടക്കൂലായിരിക്കും, എന്നാലും വെറുതെ ഒന്ന് നോക്കി നോക്കാലോ. ഞാൻ വേറൊരു വഴി കണ്ടിട്ടുണ്ട്. എന്നിട്ട് തലയ്ക്ക് പിടിച്ചേക്കല്ലേ. പക്ഷെ അത്രയും തന്നെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂലല്ലോ. എന്തേലും ചെറിയ പണി പിടിക്കണം. ഓഹോ, അപ്പൊ എന്റെ പുക കണ്ടേ പോകുമല്ലേ? ഇനി സമയമുണ്ടല്ലോ. ഹാഫ് ടൈമിലേ ആയിട്ടുള്ളൂ. പുക വരുമോ നോക്കട്ടെ. നയിച്ച് ഹാഫ് ടൈമിന്റെ വിസിലടിച്ചോളാം. ലിസ്റ്റിലുള്ള എല്ലാരും ഫിനിഷ്ഡ്. നാളെ മുതൽ അസിസ്റ്റന്റ് ആണെന്നൊക്കെ പറയാം, പക്ഷെ ഇവിടെ എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും. മൊത്തത്തിൽ ഓൾ ഇൻ ഓൾ. കോച്ചിനെ അസിസ്റ്റ് ചെയ്യേണ്ടവരെ വരും. ഇവിടെ പ്രധാനമായിട്ട് ഫുട്ബോളാണ്, പക്ഷെ അത്ലറ്റിക്സും ഉണ്ട്. ഈ ഗ്രൗണ്ടും കളിയും ഫുട്ബോളൊക്കെ മനസ്സിൽ കയറിപ്പോയി. വേറെ ജോലിയൊന്നും നോക്കിയിട്ട് ശരിയാവണുണ്ടായില്ല. അപ്പോഴാണ് രമ്യങ്ങളുടെ കാര്യം പറയണത്. താങ്ക് യു മാം. ഈ ബോൾ ഉരുളണത് കാണുന്ന തന്നെ വലിയ സന്തോഷമാണ്. ഇവിടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, വെക്കേഷൻ. അത് കവർ ചെയ്യാൻ വന്നായിരുന്നു രമ്യ. അങ്ങനെയാണ് എനിക്ക് രമ്യയെ പരിചയം. എന്റെ കോളേജിൽ സീനിയർ ആയിട്ടുണ്ടായിരുന്നു, അങ്ങനെയാ പരിചയം. അതായത് ഞാൻ +2 പഠിക്കുമ്പോൾ. നാളത്തെ കമന്ററിയുടെ കാര്യം സോളമൻ പറഞ്ഞിട്ടല്ലേ ശരിയായത്? അങ്ങനെ വരട്ടെ. ഞാനും വിചാരിച്ചു കൊറേ നടന്നിട്ട് കേൾക്കാത്തവരിപ്പൊ എങ്ങനെയാ സെറ്റായെന്ന്. പക്ഷെ അവിടെ പുറത്താക്കിയതല്ലേ? അതെന്തോ സ്പോർട്സ് കൗൺസിൽ വഴിയുള്ള ഏർപ്പാടാ. അവിടെ പോയി കാത്തോണം. എന്റെ വില കളയരുത്. അന്റെ വില ഞാൻ കാക്കൂല മുത്തേ. എന്റെ തൊണ്ട പൊട്ടിയിട്ടാണേലും ഇയാണ് എനിക്ക് ചാൻസ് ഒപ്പിച്ചെന്ന് കമന്റിന്റെ ഇടയിൽ ചാമ്പാം. അവരാണ് കൊണ്ടാട്ടം, മുളക് കൊണ്ടാട്ടം. ചേട്ടാ,
സോളമൻ പറഞ്ഞിട്ട് കമന്ററിക്ക് ഇതാണ് കക്ഷി. ഞാൻ ഏതെങ്കിലും ശരിയാക്കി തരാമെന്ന് പറഞ്ഞല്ലേ, പിന്നെന്തിന് സോളമന്റെ റെക്കമെൻഡേഷൻ? അല്ല അങ്ങനല്ല, ഞാനിപ്പോ ഒരു അക്കാഡമിയിലാണ് ജോലി. സോളമന്റെ അക്കാഡമിയില്? അത് മാത്രല്ല, കൊറേ നടന്നിട്ടൊന്നും ആവാത്തോണ്ടുകൂടിയാ പറഞ്ഞ. ഞാനല്ല, എന്റെ ഫ്രണ്ട് രമ്യ. അവള് സോളമനോട് പറഞ്ഞിട്ട് അങ്ങനെയാണ്. ഇവിടെ എന്തെങ്കിലും നടക്കുമെന്നറിയില്ല. എന്തായാലും ഞാൻ നോക്കട്ടെ. അല്ല സർ, ജയസറിനോട് പറഞ്ഞെന്ന് സോളമൻ പറഞ്ഞോണ്ട് അങ്ങനെയാ വന്ന്. മാച്ച് ഇല്ലേ അപ്പോ? എടോ ഫാത്തിമ, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സോളമൻ അല്ല. നിങ്ങളെ ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാ നമ്മളെ ഒരു മൈൻഡും ഇല്ല. ഒരു മെസ്സേജ് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച റിപ്ലൈ ചെയ്യില്ല. പ്രസിഡന്റിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് പറയാം. കാണാൻ കൊള്ളാവുന്ന 2 പെമ്പിള്ളേർ വന്നിട്ടുണ്ട്. അവർക്ക് കമന്ററി ഉണ്ടോ? പറഞ്ഞായിരുന്നു. ഇതുകൊണ്ട് കൊടുത്തിട്ട പരിപാടി ഞാൻ. അതെ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ഇവിടെ വരുന്ന ഗസ്റ്റുകളെ പരിചയപ്പെടുത്താൻ ജയേഷ് സാറ് സമ്മതിച്ചിട്ടുണ്ട്. ഇതാണ് ഗസ്റ്റുകളുടെ ലിസ്റ്റ്. ഓ സർ, ഞാൻ അതിനല്ല വന്ന് മാച്ചിന് കമന്ററി പറയാനാ. അതിവിടെ സംസാരിച്ചെന്നാ സോളമൻ പറഞ്ഞു. ഓ അതാണോ? കമന്ററി പറയാൻ ആര് പറഞ്ഞു? ആലോലാതിയെ അവന് എന്നെ ഇവിടെ 10 പൈസയുടെ വിലയില്ലേ. അവനൊരു ഓർഡറിട്ട് ഇവിടെ ചെയ്യാതിരിക്കുകയാണ്. എന്നെ വിളിച്ചായിരുന്നു കൗൺസിലിൽ നിന്ന് പറഞ്ഞോണ്ട് ഇത് തന്നെ സമ്മതിച്ചേ. മനസ്സിലായ? കമന്ററി നടപടിയുള്ള കാര്യമല്ലേ. സി ഫാത്തിമ, ഞാൻ കണ്ടപ്പോഴേ പറയണമെന്ന് വിചാരിച്ചിട്ട് കാര്യമോ. ഈ കമന്ററി എന്നൊക്കെ പറയുന്നത് ശബ്ദം കൊണ്ടുള്ളൊരു കളിയാണ്. ഇപ്പൊ ഗ്രൗണ്ടിൽ ബോൾ അടിക്കുമ്പോ അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുമ്പോ സൗണ്ട് പിച്ച് താഴ്ത്തിയും അലറി വിളിച്ചും ഒക്കെ പറയേണ്ടി വരും. മനസ്സിലായോ? ഈ ഫീമെയിൽ വോയിസിന് അത്രയും ഡെപ്ത് കിട്ടത്തില്ല. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും വേൾഡ് കപ്പിൽ കമന്ററി പറഞ്ഞിട്ടുള്ള ഫീമെയിൽ ഉണ്ടോ? ഇല്ല. ആണുങ്ങളുടെ ഒരു മേഖലയത്. ഈ സംഭരണ പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. ഇതൊന്ന് നോക്ക്, ആങ്കറിംഗ് ആണ്. ഇതൊരു നല്ല ഓപ്ഷനാണല്ലേ. അതുമല്ല, ഈ പന്തിന്റെ അടുത്തൊക്കെ തന്നെ കാണുകയും ചെയ്യാം. ഇതൊരു ബിഗ് ചാൻസ് ആണ്, പിന്നെ കിട്ടത്തില്ല. സർ, സാറുടെ ബിഗ് ചാൻസ് ഇല്ലേ, അതിക്ക് അല്ല, ഞങ്ങളെ പെണ്ണുങ്ങൾക്ക് കൊറേ കിട്ടും. ചെറുപ്പം മുതൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോ, എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് വേണമെന്ന് പറയുമ്പോ, ഇഷ്ടപ്പെട്ടത് പഠിക്കണം എന്ന് പറയുമ്പോ അപ്പൊ വരും. അതിലും നല്ലത് ഇതാണ്. ദിസ് ഈസ് ദ ബെറ്റർ ഓപ്ഷൻ. ഇതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റൂല, സോ ഈസി ആയിട്ടുള്ളത് നോക്കുന്നൊക്കെ വേണ്ട സർ. ഈ ബിഗ് ചാൻസ് സർ വെച്ചോളൂ. എനിക്ക് എന്റെ ചാൻസ് മതി. ഇറ്റ്സ് ഓക്കെ. വാ. എനിക്കാണെങ്കിൽ അതിന്റെ കലിപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. ഇതേപോലെ കുറെ എന്റെ ഓഫീസിലുണ്ട്. ആ സോളമനാണെങ്കിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. നീ ചൂടാവല്ലേ, അയാളോട് കാര്യം പറഞ്ഞല്ലോ. കുടുക്കായിരുന്നു. എന്തിന്? സംസാരിച്ച തീരാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. കാര്യങ്ങൾ മോത്തൊക്കി പറഞ്ഞാൽ തന്നെ പകുതി അടി ഒഴിവാക്കാം. ദേ, ഇപ്പൊ തന്നെ അതിലും വലിയൊരു ശല്യാണ് എന്റെ തലയിലേക്ക് വന്ന് വീഴാൻ നോക്കുന്നു. എന്ത്? ആ കൂതറല്ലേ? ആര്? ആ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് കൂടെ നടക്കുന്ന ചെറ്റ. ഇന്ന് കണ്ടില്ലേ ആ കതറക്കെട്ട? ഓ, അയാളോ? ഓൻ ഒരേ മെസ്സേജ് അയക്കലാന്ന്. കമ്പിയാണോ? ആ, ഇത്ര നാളെ എടുക്കൊക്കെ ആയിരുന്നു. ഇന്ന് അവിടുന്ന് വന്നപ്പോ തൊട്ട് കാണാം, സംസാരിക്കാം, എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാന്നൊക്കെ. നാളെ അയാളുടെ ഫ്ലാറ്റിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഫ്ലാറ്റിലേക്ക് ചെല്ലാനോ? നാറി. സോളമൻ വിളിക്കട്ടെ, ഞാൻ ഈ കാര്യം കൂടെ പറയുന്നുണ്ട്. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ട്. സോളമനല്ല ജയേഷിനെ വിളിക്കാൻ പറഞ്ഞത്. അല്ലെങ്കിലും വിളിച്ചു വരുത്തി ഇൻസൾട്ട് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. എന്തിനാണ് മോളെ കാര്യങ്ങൾ സംസാരിക്കാൻ വേറെ ആള്? ഡീലേറ്റേഴ്സ് ലേഡി. സ്ക്രീൻഷോട്ട് എടുത്ത് ഫേസ്ബുക്കിൽ ചമ്പിയല്ലോ. അതന്നെ ഞാനും ആലോചിച്ചാ, പക്ഷെ ഇപ്പൊ വേണ്ട. ഞാൻ നാളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലാറ്റിൽ പോയിട്ടോ? എന്തിന്? ഹൗ ടു കിൽ എ കിങ്. ഇറ്റ്സ് സിമ്പിൾ. ഫൈൻഡ് ഹിസ് ക്വീൻ. അതിലെന്റെ മോഹങ്ങൾ. എനിക്കറിയായിരുന്നു കുട്ടി വരുമെന്ന്.
സ്പ്രേ ജാഗ്വാർ. ഇരിക്കൂ ഇരിക്കൂ. ഫാത്തിമ ബി ഒരു ജ്യൂസ് എടുത്താലോ? ഈ സിറ്റുവേഷന് നല്ലത് ഗ്രേപ്പ് ഹണിയാ അല്ലേ? കുറച്ച് കഴിഞ്ഞാവാം, അതല്ലേ നല്ലത്? ആ കുറച്ച് കഴിഞ്ഞാവാം. ആദ്യം ഒന്ന് ഇരിക്കട്ടെ. സോറി. ഫാത്തിമ ബീവിയുടെ നാടെവിടെയാ? മലപ്പുറമാണ്. മലപ്പുറം. അന്നയച്ച ലിങ്ക് കിട്ടിയിരുന്നു. ശരിക്കും പറഞ്ഞ ഇത്രയും സംസാരിക്കുന്ന ഒരാളാണെന്ന് തോന്നുകയില്ല. ഒരു കുഞ്ഞു മിണ്ടാപ്പൂച്ചയെ പോലെ തോന്നും. നമ്മളൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് ലാളിക്കാൻ തോന്നുന്ന പൂച്ചയില്ലേ? പിന്നെ കമന്ററിയുടെ കാര്യം ആ കിഴങ്ങൻ പ്രസിഡന്റിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്റ്റാറിലെ ശിവയാ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അങ്ങേരല്ല. ഈ ശിവയുടെ ഒരു മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനുണ്ട്. പുള്ളി പിടിച്ച കാര്യം നടക്കും. പക്ഷെ ഭയങ്കര ഗൗരവക്കാരനാ. സ്വാധീനത്തിലൊന്നും വഴങ്ങുന്ന ടൈപ്പല്ല. കുട്ടിയൊന്നും മയക്കെടുത്ത കളി നടക്കുമ്പോ കമന്ററി കുട്ടിയുടെ ആയിരിക്കും. അതാരാ കക്ഷി? നിങ്ങൾ നോക്കിയേ. LP ഗോപകുമാർ. ഞാൻ എന്നാ ജ്യൂസ് എടുക്കാം. ഈ കുട്ടിയുടെ ഒരു കാര്യം തണുപ്പ് പോയിട്ടുണ്ടാവും ജ്യൂസിന്. എനിക്ക് ആ കമന്ററി ലൈവായിട്ടൊന്ന് കേൾക്കണം. ഇത്രയും നേരം ഞാൻ കാണിച്ച കരുതലില്ലേ, അതെനിക്ക് തിരിച്ചും വേണം. അപ്പൊ എന്റെ ഫുൾ സപ്പോർട്ട്. കമന്ററി അല്ലേ? കമന്ററി. ഗോളി വഴങ്ങിക്കൊടുക്കുമെന്ന് വിചാരിച്ച് പല വളഞ്ഞ വഴികളും താണ്ടി ബോളുമായിട്ട് വെട്ടി ഒഴിഞ്ഞ് ഫാത്തിമയുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന ഫുട്ബോൾ ഫെഡറേഷനിലെ LP ഗോപകുമാർ എന്ന ചെറ്റ ഓല മുന്നിലേക്ക് എതിർ ടീം അവരുടെ തുറുപ്പ് ചീട്ടിനെ ഇറക്കി വെച്ചു. ആ തുറുപ്പ് ചീട്ടിന്റെ പേര് ഗോപിക വിനോദിനി. സെന്റ് ആൽബർട്ട്സിൽ പഠിക്കുന്ന ഗോപിക. ഗോപൻ സാറിന്റെ മോളല്ലേ? ആ അപ്പൊ അങ്ങനെ വരട്ടെ. അതായത് ഗോപൻ സാറേ, ഗോപിക ഈ പാവം ഫാത്തിമയുടെ ഫ്രണ്ട് അല്ലായിരുന്നെങ്കിലും ഫാത്തിമ ഗോപികയുടെ മറ്റു 2 കൂട്ടുകാരികളെ ഫ്രണ്ടാക്കിയ ശേഷം അതിവിദഗ്ധമായ മൂവോടെ ഗോപികയെ ഫ്രണ്ടാക്കി. അപ്പൊ എല്ലായ്പ്പോഴും ഗോപികയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഓ സാറിന്റെ മെസ്സേജ് ആയപ്പോ കണ്ടപ്പോ തന്നെ വശപ്പശൊക്കെ തോന്നി. സാർ ഗോൾ അടിക്കാൻ നോക്കുമെന്ന് ഊഹുണ്ടായിരുന്നു. സാറിന് നാണല്ലെന്ന് മുഖത്ത് എഴുതിയും വെച്ചിട്ടുണ്ട്. സാർ പേടിക്കണ്ട. ഇതുവരെ ഈ മെസ്സേജ് ഗോപികയുടെ മെസ്സേജ് ബോക്സിലേക്ക് ഒരു പെനാൽറ്റി പോലെ അടിച്ചു വിട്ടിട്ടില്ല. സാർ ലൈവ് കമന്റ് എങ്ങനെയുണ്ട്? സാർ ഇന്നലേക്ക് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് എടുത്തോളം ടാഗ് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചെടുത്താലോ? വേണ്ടെന്നേ. അപ്പൊ മോളുടെ പ്രായമുള്ള കുട്ടിയോട് ഫൗള് കാണിച്ച് ഫോർവേഡ് കളിക്കാൻ നോക്കിയ സാർക്ക് അറിയാം കാണിച്ചേം കാണിക്കണേം ചെറ്റത്തരാണെന്ന്. അങ്ങനെ മെസ്സേജ് അയക്കരുതെന്ന് പറഞ്ഞിട്ട് പണി ചെയ്താല് ഞാൻ റെഡ് കാർഡ് എടുത്ത് നെഞ്ചുമേലെ കുത്തിത്തരും. അറിയാതെ ഒരു കയ്യബദ്ധം. ഇതൊക്കെ എന്റെ ഉണ്ടാവും. ഇനി ഇമാരി വൃത്തിയായിട്ട് കാണിക്കരുത് കേട്ടോ. അപ്പൊ ശരി, ഗോപിയോട് ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ. ഏത് നേരത്താണോ എനിക്ക് ഇങ്ങനെ നോക്കേ. ഞാനിതൊക്കെ പറഞ്ഞതുകൊണ്ട് സാർ പകരം വീട്ടാൻ നിൽക്കണ്ട കേട്ടോ. ഇല്ല ഭയം വേണ്ട, ജാഗ്രത മതി. സോളമ, How are you, champion? All good. How are you? So nice to see you. Yeah, good. Fatima, this is Vijay John. A big shot in IFL. No. I'm not a big shot or anything of that sort. I just stay with the team and transport them, a little minor logistics. Okay. Champion, nee paranathu pole. The decision makers are the broadcasting channels, okay?
പിന്നെ നിങ്ങൾക്ക് കിട്ടിയ പേര് കറക്റ്റ് ആണ്, ശിവ. സി പക്ഷെ നൗ ഒരു പേഴ്സണൽ ട്രാജഡി കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിലാണ്. അയാളുടെ വൈഫ് ഒരു 6 months മുമ്പേ മരിച്ചുപോയി. കുട്ടിയൊക്കെ ആയി ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സിറ്റുവേഷനിലാണ്. എനിവേ ഐ ടോക്ക് ടു ഹിം. ഓക്കെ? താങ്ക് യു സർ. ഇത്രയും അടുത്തെത്തും തന്നെ പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ സി ഫാത്തിമ, യുവർ കമന്ററി ഈസ് ഗുഡ്. ഇറ്റ്സ് ക്വൈറ്റ് അമേസിംഗ് ആക്ച്വലി. ഓക്കെ? പക്ഷേ അതുകൊണ്ട് IFL കമന്ററി പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കമന്റേറ്റർ ആവുന്നതിന്റെ പ്രോസസ് തന്നെ വേറെയാ. എനിവേ നെക്സ്റ്റ് മൺഡേ, ഐ മീൻ മറ്റന്നാൾ, IFL ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആൻഡ് ശിവ ഓഫീസിൽ വരുന്നുണ്ട്. സോ ഞാൻ സംസാരിക്കാം. നിങ്ങൾ ശിവ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യൂ. ഓക്കെ? താങ്ക് യു സർ. ഹലോ, എവിടേക്കാ? അകത്തേക്ക്. ഇവിടെ IFL മീറ്റിംഗ് ഇല്ലേ, അതിന് വന്ന ഒരാളെ കാണാൻ അപ്പോയിന്റ്മെന്റ്. അകത്തേക്ക് പോകാൻ പറ്റില്ല. അല്ല ചേട്ടാ, രാവിലെ വരാൻ പറഞ്ഞു. അകത്തേക്ക് പോകാൻ പറ്റില്ല, അകത്തൊരു മീറ്റിംഗ് നടക്കാം. ഓ, നിങ്ങൾ പറഞ്ഞാ മതി ഏട്ടാ. എന്റെ പേര് ഫാത്തിമ നൂർജഹാൻ എന്നാണ്. ഈ ഫുട്ബോൾ കമന്ററി പറയുന്ന ആളാ. കമന്ററിയോ? ഇവിടുത്തെ ഫുട്ബോളിന്റെ? See, we received some complaints. We don't want to ruin the name of the tournament. So be careful about the tenders and contracts. You get me? ഹലോ സാറേ, ഇവിടെ ഒരു പെങ്കൊച്ചു വന്ന് നിൽക്കുന്നുണ്ട്. മീറ്റിംഗിന് ബോംബെന്ന് വന്ന ഏതോ സാറിനെ കാണാൻ വേണ്ടിയാ. ശിവ എന്നെന്തോ പറഞ്ഞു. പെൺകുട്ടിയോ? ആ. പേരെന്താ? ഫാത്തിമ. സാറേ, ഫാത്തിമ എന്നാ പറഞ്ഞത്. താൻ വെച്ചിട്ട് പോയടോ. ഇവിടെ മനുഷ്യൻ തലയ്ക്ക് വരാന്ത് പിടിച്ചിരിക്കുമ്പോഴേ. ശരി സാർ. വെച്ചിട്ട് പോടോ. എന്തുവാടോ? അല്ല സാറേ, അതൊരു മാഡം ഇന്റേണൽ ഇഷ്യൂന്റെ ഒരു. വെറുതെ ഞാൻ കൊടുത്തെറിയിട്ടില്ലേ? ഇറങ്ങി ഇറങ്ങി. എന്താട്ടാ നിങ്ങൾ ആരോടാ സംസാരിച്ചേ? ജയേഷ് സാറ്. ആരായാലും തനിക്കെന്താ? ഇറങ്ങ്. എന്താ പറഞ്ഞ? ഇറങ്ങ്. തേര് പറഞ്ഞില്ല, അങ്ങോട്ട് കയറ്റി വിടണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങ്. വാ, ഇറങ്ങ്. ഇവിടെ വെയിറ്റ് ചെയ്താ കുഴപ്പമൊന്നുമില്ലല്ലോ. അവരെങ്ങാൻ വരുമ്പോ കണ്ടെന്നെങ്കിലേ എന്റെ പണി പോവും. പ്ലീസ് അങ്ങോട്ട് മാറി ചെല്ലേ. താങ്ക്സ് ഏട്ടാ. അവര് പോയിട്ടാ. ഭാഗ്യം അവര് നിങ്ങളെ കാണായിരുന്നത്. പണി പോയാനെ. എന്ത് പണിയാ ചേട്ടാ കാണിച്ച? ഇതൊക്കെ എവിടെ കാണാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞതല്ലേ ശിവയുടെ ഷെഡ്യൂൾ. സി യു കാൺ ക്യാച്ച് ഹിം ദിസ് സീസൺ. ഐ തിങ്ക് ഹി ഈസ് ഗോയിങ് ടു പോർച്ചുഗൽ ടുഡേ ഓർ ടുമോറോ ഓർ സംതിങ്. ഓക്കെ? അവിടെ ഈ മാച്ചസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിന്റെ മീറ്റിംഗ്സ് ആണ്. I can't do anything. ആ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ജയേഷ് അല്ലേ, അയാളാണ് നിനക്ക് സ്ഥിരം തലവേദനയെങ്കിൽ അതാദ്യം ഫിക്സ് ചെയ്യാം. എന്താണ് ചാമ്പ്യൻ? ഇത് കേൾക്കണം. കളി നടക്കുന്ന സ്റ്റേഡിയത്തിൽ കാറ്ററിംഗ് നടത്തുന്നതിനുള്ള കോൺട്രാക്ടിന് അവന്മാരോട് ഞാൻ ചോദിച്ചത് 40 ലക്ഷം രൂപ. അപ്പൊ അവന്മാർക്ക് മുട ഒന്ന് കടുപ്പിച്ചപ്പം സംഭവം ഒക്കെ. നമ്മുടെ അടുത്താണ് ഇവന്മാരുടെ കളി. സോളമനെ ഇത് എല്ലാത്തിനും കൂടെ ഉള്ളതാ. എല്ലാത്തിനും കേട്ടടാ. അയ്യോ, ഞാൻ നേരത്തെ ഓങ്ങി വെച്ചതാ. ഒറ്റ ഡയലോഗ്, ഒറ്റ ഇടി, ക്ലീൻ ക്ലീൻ. ആര് പറഞ്ഞു? നിങ്ങൾക്കറിയോ, ഒരു യുദ്ധം പോലും അവസാനിപ്പിക്കുന്ന മാച്ചിടെ ഇപ്പുറം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടാണ്.
എന്നിട്ടാണ് ഇടിക്കാരും പറഞ്ഞോണ്ട് പറഞ്ഞത്. ഇടിച്ചു ഒരുത്തിനും പറഞ്ഞിട്ടില്ല. പുറത്തു പറഞ്ഞ അയാൾക്ക് നാണക്കേടായതുകൊണ്ട് അയാൾ പറയേയില്ല. എന്റെ പൊന്നു ഫാത്തിമ, നിങ്ങളിത് BBC ആക്കരുത്. പിടിച്ചേ നോക്കണേ. ആദ്യം കേരള FC, പിന്നെ ഐ ലീഗില് IFL സെലക്ഷൻ കിട്ടുമെന്ന് എല്ലാരും ഉറപ്പിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അത്. ഐ ലീഗിൽ കളിക്കുമ്പോൾ ഡോപ്പിങ്ങിന് പിടിക്കപ്പെട്ടു. ആന്റി ഡോപ്പിംഗ് ഏജൻസിയുടെ വില കൊണ്ടിപ്പോ 1 വർഷമായി. അതെനിക്കറിയാം. കൊറേ വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് കൊറേ മുമ്പല്ലേ. തിരിച്ചു വരാൻ നോക്കൂടെ അവർക്ക്? പറയുമ്പോ പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷെ അതത്ര എളുപ്പമല്ല. നമ്മൾ അറിയാത്തൊരു കാര്യത്തിന് ലോകം മുഴുവൻ നിന്ന് നമ്മളെ തകർക്കാൻ ശ്രമിച്ചാല് അതിന്ന് അങ്ങനെ പെട്ടെന്ന് കയറി വരാൻ അത്ര സിമ്പിൾ അല്ല ഫാത്തിമ. എന്നുവെച്ചാ ദാറ്റ് വാസ് ചീറ്റിംഗ്. അവരുടെ ടീമിന് ഡോക്ടർ അത് വേറൊരാൾക്ക് വേണ്ടി ചെയ്തു കൊടുത്താണ്. ഈ ജയേഷൊക്കെ ഇൻവോൾവ് ആണെന്നാ പറയുന്നത്. അവൻ അസുഖം വന്നപ്പോ കൊടുത്ത മരുന്നില് ഈ അനബോളിക് സ്റ്റീറോയിഡ് ഉണ്ടായിരുന്നു. അത് പിന്നെ പിടിക്കപ്പെട്ടു, ഡോക്ടറെ പുറത്താക്കി. പക്ഷെ സോളമന്റെ വിലക്ക് മാറിയില്ല. അതിന്റെ ഡിസിഷൻ 1 മാസത്തിനുള്ളിൽ വരും. അപ്പോഴാണ് അവന്റെ ഓരോരോ. അതാണ് ഞാനും ആളോട് പറഞ്ഞത്. എന്റെ പേരിൽ വെറുതെ പ്രശ്നം. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കടുത്ത ഡിപ്രഷനിലെ ട്രീറ്റ്മെന്റിലായിരുന്നു. അത് പോട്ടെ. ഈ 4 ദിവസം നാട്ടിൽ പോയിട്ട് എന്താ പരിപാടി? മലപ്പുറത്തെ ഫുട്ബോൾ ഫെഡറേഷനായിട്ട് ഒരു ചെറിയ കച്ചവടം ഉണ്ട്. ഒരു ഇന്റർ ഡിസ്ട്രിക്ട് സ്കൂൾ ടൂർണമെന്റാ. വായിട്ടലക്കാനാ. അപ്പൊ കാശ് കാശ്. നാട്ടിലെ ഫുട്ബോൾ പരിപാടിയെ വേറെ രസം തന്നെയാണ്. ഒന്നുകൂടി കൊടുക്കടി. എന്താ പാത്തു ഇയാടെ പട്ടിണിയോ? ഇപ്പൊ എന്റെ ഉമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കണ പത്തിരി. അയ്യടാ മതി മതി. ഇനിയിപ്പോ വെള്ളം കൂടി വെച്ചാ മതി. സോപ്പ് നല്ലോണം പതിഞ്ഞിക്കണം. കറി എടുത്തു. ഫാത്തിമ നൂർജാൻ വണ്ടി റെഡിയാണ്. ഞാൻ കഴിക്കാൻ നോക്ക്. ഓള് കഴിക്കട്ടെടാ. കഴിക്കട്ടെ. എന്താ വണ്ടിയൊക്കെ എവിടേക്കാ പോണ്? ഇന്നാണ് IST സോൺ ഫൈനലേ. അപ്പൊ ഓളാണ് കമന്ററി വേണ്ടത്. ഫെഡറേഷൻകാർ ഓളെന്നെ വിളിച്ചേക്കണേ. അല്ലപ്പാ നിങ്ങളെ ഫ്രണ്ട് അല്ലേ മറ്റേ ഫെഡറേഷനിലെ അമ്മക്ക? ഇവര് മമ്പർത്ത് ഒരുമിച്ച് കളിച്ചിരിക്കണേ. ടോർണാഡോ മുനീർ. അതൊക്കെ അന്നത്തെ കളി. കണ്ണൂർ ശ്രീനാരായണ മുതല് തിരുവനന്തപുരം GB വരെ പോയിക്കണ് കളിക്കാനും പിന്നെ കളി കാണാനും. അഹമ്മദിനൊക്കെ പിന്നെ കൊണ്ടു നടക്കാം. ഓല് കഴിഞ്ഞുള്ള ശേഷിയുണ്ട്. അതൊക്കെ ഉമ്മക്കുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഞാൻ കളി പറയുന്നത് കേൾക്കാലോ. രസായിരിക്കും. അമ്മതിന്റെ മുമ്പിൽ പറയാലോ. വേണ്ട, നിങ്ങൾ പോയിട്ട് വരി. അല്ല എനിക്ക് ഇനി പെട്ടെന്ന് തിരിച്ചു പോണോ? ഒക്കെ വേണം. ഇപ്പൊ പോയി മാറ്റിങ്ങോട് വാ. വണ്ടിയില്ലേ അതില് പോവാം. നിങ്ങള് വരിപ്പാ, രസാക്കാന്ന് അല്ലേ? നിങ്ങൾ ചെല്ലുന്ന് ഞമ്മളോട് ചേർട്ടെ. ഓള് പറയുന്നത് എന്താന്ന് കേൾക്കാലോ. രസല്ലേ? പ്ലീസ് പാ ചെല്ലു മുനീറേ. അയ്യവ ചെലമ്പച്ചീന്റെ ഫ്ലക്സ് ഒക്കെ ഉണ്ടല്ലോ. ചേട്ടാ അമ്മക്ക് അവിടെ മിന്നാന്ന് വരണമെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇന്ന് രാവിലെ മുതൽ ഫോൺ എടുക്കണില്ലല്ലോ. തിരക്കായിരിക്കും അല്ലേ? അഹമ്മദ് അവിടെ ഉണ്ട്. ചെയ്യാൻ കാരണം എന്താ? ഒന്നുമില്ല. ഇന്നെ കമന്ററി വേണ്ട. നമുക്ക് വേറെ മാച്ച് പിടിക്കാം. ഇന്നത്തെ ഒഴിവാക്കാം. എന്താപ്പ അത്? നമുക്ക് ഫോൺ വിളിച്ചിട്ടല്ലേ ഞാൻ വന്ന്. എന്ത് പറ്റി? പുതിയ ആളായ? ആളായിട്ടൊന്നുമില്ലാന്ന്. പക്ഷെ നടക്കൂല. എന്താ ചെയ്യാ? എന്താ പ്രശ്നം? എന്താ? പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ പബ്ലിയും കൂട്ടി പോ. ഞാൻ വിളിക്കാം. എന്ത് കുഴപ്പമാണ് ചേട്ടാ? ഞാൻ നോക്കട്ടെ. അമ്മക്കായി ഞാൻ കണ്ടിട്ടേ പോവും. നിങ്ങൾ വാപ്പാ. അതോ എന്റെ കാര്യം പറയും. ഓളോട് ഉള്ളിക്ക് പോണ്ടെന്ന് പറഞ്ഞു. നീ വന്നോ? അപ്പൊ ഇതാണ് ഞാൻ വേണ്ടാന്ന് പറയാനുള്ള കാരണം. നിങ്ങൾ വിളിച്ചിട്ടല്ലേ അമ്മക്ക ഞാൻ വന്ന്. എന്നിട്ട് നീ തിരിച്ചു പോവും. കമന്ററി പാർട്ടി സ്റ്റേഡിയത്തിൽ നീ കയറത്തില്ല. ഇവിടെ നിന്നല്ല, ഫെഡറേഷന്റെ ഫണ്ട് വെക്കുന്ന ഒരു സ്റ്റേഡിയത്തിൽ നീ കയറത്തില്ല. ഇയാളാരാമക്ക? എന്താ ഇയാളെ പ്രശ്നം? എന്താ പ്രശ്നം? എന്താണെന്ന് അറിയണമെങ്കിലേ ഇവളോട് ചോദിച്ചാൽ മതി. ഫെഡറേഷന്റെ സ്റ്റേഡിയത്തിലോട്ട് കയറണ്ട എന്ന് പറയാനുള്ള അധികാരം ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പ്രസിഡന്റ്, ഇതൊരു ചെറിയ കാര്യമില്ലേ? ഓളൊരു കമാൻഡറിന്റെ പ്രശ്നമല്ലേ? ഇവിടെ തനിക്ക് ഇതുവരെ നേരം വിളിത്തില്ലേ? ഒന്നുകിൽ ഫെഡറേഷന്റെ ഫണ്ട് അല്ലെങ്കിൽ ഇവളുടെ കമന്ററി. രണ്ടിലൊന്നും മതി. വേണ്ട അമ്മക്ക, നിങ്ങൾ എനിക്ക് വേണ്ടി ഇയാളോടൊന്നും കെഞ്ചണ്ട. ഇയാളൊക്കെ വിഷമാണ്, വിഷം. പിന്നെ സർ, നിങ്ങൾ ഈ ലോകത്തിന്റെ അറ്റൊന്നുമല്ലല്ലോ. എന്റെ വഴി ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ വഴി നോക്കിക്കോ. മറ്റേ പെരുവഴിയായിരിക്കും. നിന്നെ പോലൊരുത്തയുടെ ശബ്ദം ഒരു ഗ്രൗണ്ടിലും വീഴത്തില്ല. പിന്നെ തന്നെ മറ്റവനുണ്ടല്ലോ സോളമൻ, അവനുള്ള പണി അത് ഞാൻ വേറെ കൊടുത്തോളാം.
പ്രസിഡന്റ് എന്താ മുനീറെ പാത്ത് കാണിക്കണേ? ഓരോന്നൊരു മനുഷ്യരല്ലടോ, ഒരു അധോലോകാന്ന്. വെറുതെ കൂട്ടാത്തോടത്ത് പോയിട്ടേ കൊമ്പടിക്കാൻ നിക്കണ്ട. ആഹാ വാപ്പാ അന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അല്ല നിലവിട്ട് കളിക്കല്ലേന്ന്. ഈ എവിടെയാണ് നിന്റെ വിചാരം? പേടിക്കണ്ടോരെ പേടിക്കണം. ജന്ത് പുകിലൊപ്പിച്ച് പാത്തോ. നമ്മൾ 1.5 ചക്രത്തിന്റെ ടൂർണമെന്റ് നടത്തുന്ന പോലെ അല്ല. ഓരൊക്കെ വലിയ ആൾക്കാരാണ്. ഓരോട് പറയും ഇയാരാണ്, എന്താ അവിടെ നടന്നെന്ന് പറയും. എന്നാ മുണ്ടാട്ടില്ല എനിക്ക്. ഞാൻ IFL കമന്റ് പറയാൻ ചാൻസ് ചോദിച്ചു പോയതാ. അപ്പൊ പെണ്ണുങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂട്ടില്ലെന്ന് പറഞ്ഞു എന്നെ ഇൻസൾട്ട് ആക്കി വേണ്ടാത്ത പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞു എവിടെ കമന്ററി പറയാന്ന്? IFL അനക്കെന്താ പ്രാന്ത് പിടിച്ചോ? അതോ മേലും കിഴി തിരിയാണ്ടായോ? അന്നോട് പിന്നെയും പറയാണ്, എന്റെ വാപ്പ ഇതവനും വണ്ടിപ്പണിക്കാരാണ് പാത്തു. ഈ തലവറന്ന് ആലോചിക്ക്. അനക്കാണ് തരേണ്ടത്. വെറുതെ കല വരാൻ ചലച്ചോണ്ട് നടന്നോളെ പന്ത് കളിന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഓളിപ്പോ ആരാന്നോളെ വിചാരം. ഓരോടൊക്കെ കച്ചറ ഉണ്ടാക്കാൻ പോയ വലിയ ചൊറയാണ് പാത്തുവോ. ഓരൊക്കെ വേറെ ലെവൽ ആൾക്കാരാണ് ഈ രാഷ്ട്രീയം ബിസിനസ് ഒക്കെ ആയിട്ട്. ഈ എന്താ അത് മനസ്സിലാക്കാത്തത്? അല്ല എന്ത് കമന്ററിയാ പറയണേ? ടിവിന്റെ മുമ്പ് കിടന്ന് ചലക്കണതോ? അതോ ഫോണിൽ കുത്തിക്കൊണ്ട് എന്റെ ഫ്രണ്ട്സിനോട് കിടന്ന് ചലപ്പിക്കണതോ? അതോ വീട്ടിൽ ആളുകൾ വരുമ്പോ ഓർക്ക് ശ്വാസം വിടാൻ പോലും സമയം കൊടുക്കാതെ ചോദ്യങ്ങൾ ചോദിക്കണതാ? ചെക്കന്മാര് നടന്ന പന്തളി ടൂർണമെന്റിൽ കളിക്കാരെ പേരങ്ങോട്ട് വിളിച്ചു പറഞ്ഞ എല്ലാം അങ്ങോട്ട് ആയിന്ന. ഞാൻ കമന്ററി പറയുന്നവരോട് കേക്ക് വാപ്പ. ഒന്ന് നിർത്തിട്ടോ. ഈ അതിനെപ്പറ്റി ഒന്നും പറയണ്ട. ഓളൊരു പന്തുകളിയും പറിച്ചിലും. വാപ്പ ഇതൊക്കെ എവിടുന്നാ വന്നേ? തോറ്റ് കരഞ്ഞ അരീക്കോട് മൈതാനിയിൽ ഒരു കൂട്ടം പുതിയ കുട്ടികളുമായി മലപ്പുറം മോർണിംഗ് സ്റ്റാർ തോൽക്കാനിറങ്ങിയതായിരുന്നു. 17ാം മിനിറ്റിൽ റിംഗോ സ്റ്റാറിൽ നിന്ന് വന്ന സാൻഡി മൊയ്തീൻ എന്ന ഗോളി പോസ്റ്റിൽ നിന്ന് നീട്ടിയടിച്ച പന്ത് മെലിഞ്ഞ കാലുള്ള സെന്റർ ഫോർവേഡിൽ കിട്ടിയതോടെ മോർണിംഗ് സ്റ്റാറിന്റെ ചരിത്രം തുടങ്ങി. ചാലിയാറിൽ മൂങ്ങാങ്കുഴി ഇടുന്ന പോലെ 3 പ്രതിരോധക്കാരെ വെട്ടിയൊഴിഞ്ഞ് 50 വാരകൾക്കിപ്പുറം നിന്ന് ആ സെന്റർ ഫോർവേഡ് തൊടുത്ത ഗോളിന് ഇപ്പോഴും പേരുണ്ട്. മെലിഞ്ഞ ടോർണാഡോ മുനീർ എന്ന 6ാം നമ്പർക്കാരൻ പന്തുകളിൽ പേരെഴുതി ചേർത്തു. എന്നോട് ഒരു വട്ടം നിൽക്കുവാപ്പ. പാത്തോ സോറി, ലേറ്റ് ആയിപ്പോയി. അതെ, മുഖം ഒന്ന് പ്രസാദിക്കണം. ആ വൈൻ്റെ സിബ് ഒന്ന് തുറക്കണം. നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോവാം. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട് ചെലവ് ചെയ്യേ. ഒരു സർപ്രൈസാ. ചെല്ലുമ്പോഴത്തെ കാര്യം പറ. അതൊക്കെ പറയാം. പിന്നെ ശിവയുടെ FB ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലില്ലേ, അത് നിനക്ക് ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ആണോ? എവിടെ നേട്ടി? അതൊരാൾ അയച്ചു തന്നാ. കമന്റിയുടെ യൂട്യൂബ് വീഡിയോ അയച്ചു നോക്കല്ലേ. നമുക്ക് അവരൊന്ന് മീറ്റ് ചെയ്യാം. ഈ അലവലാതെ ഉണ്ടോ? ബാ. രമ്യ. ഫാത്തിമ. ഹായ്, പ്രശാന്ത്. ഇരിക്കും. അതെ, കിട്ടില്ല കമന്ററി ആയിരുന്നു കേട്ടോ. രമ്യ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് പ്രശാന്ത്, സ്പോർട്സ് റിപ്പോർട്ടറാണ്. ഇത് അലക്സ് കുര്യൻ, ക്രൈമാണ് നോക്കുന്നത്. ശിവയുടെ ഇൻസ്റ്റ ID തന്നത് പ്രശാന്താണ്. താങ്ക്സ്. വാ, പുറത്തിരിക്കാം. ഓക്കെ. ഈ ശിവ IFLന്റെ ഡെപ്യൂട്ടി ബ്രോഡ്കാസ്റ്റ് ഡയറക്ടറാണ്. അതായത് കളിയുടെ ലൈവ് ടെലികാസ്റ്റ് തൊട്ട് എല്ലാം ഡീൽ ചെയ്യുന്ന പുള്ളിയാണ്. പിന്നെ ഇവള് പറഞ്ഞ കാര്യം എനിക്കറിയാവുന്ന വെച്ചിട്ട് ഷൈജു ചേരനെ പോലെയുള്ള ചില എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്തതല്ലാതെ
ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടൊരു ഇന്റർവ്യൂ ഓഡീഷനോ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ ശിവയെ കാണാൻ കുറെ നടന്നു, പക്ഷെ പറ്റിയില്ല. ഷൈജിയോടെ വിചാരിച്ചിട്ടും കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ആളൊരു പ്രത്യേക ടൈപ്പാണെന്നുള്ളതാണ് കേട്ട് കേൾവി. ഇവിടെ ഒന്നും ട്രൈ ചെയ്തില്ല. സോളമൻ പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു, കമന്ററി പറയാം. സോളമൻ മാർഗ്രറ്റ്, നമ്മുടെ ഫുട്ബോൾ കക്ഷി. ഒരു അക്കാഡമിയിലാണ് ഞാൻ ഇപ്പൊ. ഒരു പറഞ്ഞിട്ട് കേരള സ്കൂൾ ലീഗിന് കമന്ററി പറയാൻ പോയിരുന്നു. അവിടെ ചെന്നപ്പോ ഫെഡറേഷൻകാര് തനി സ്വഭാവം കാണിച്ചു. പെണ്ണുങ്ങള് കമന്ററി പറയാൻ പറ്റൂല, സൗണ്ട് ഡീപ്പാക്കണോ, നിങ്ങക്ക് പറ്റിയ പണിയല്ല, വേറെ ബിഗ് ചാൻസ് തരാന്നൊക്കെ. ഞാൻ ഒഴിവാക്കി പോന്നു. അയാൾ തന്നെ. പിന്നെ LP ഗോപകുമാറും. പരമനാറിയ. നമ്പർ കൊടുത്തേക്കല്ലേ? അതൊക്കെ കഴിഞ്ഞ് നമ്പർ വാങ്ങലും ഓരുടെ മുടി കറുപ്പിച്ച ഫോട്ടോ അയക്കലും പിന്നെ ഓരുടെ മോളിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞപ്പോ തുടങ്ങി. കയ്യിലിരിപ്പിന്റെ എല്ലാം കൂടെ അയാൾക്ക് കിട്ടി. ജയേഷൻ ആക്സിഡന്റ് ആയി. ഇന്നലെ കണ്ടപ്പോ മുഖമൊക്കെ നീര് വെച്ച് നല്ല മത്തങ്ങ പോലെ ഇരിപ്പുണ്ട്. അത് ആക്സിഡന്റ് ഒന്നല്ല, സോളമൻ കൊടുത്താ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ സ്റ്റേഡിയത്തിലെ സെക്യൂരിറ്റി പറഞ്ഞ ശരിയായില്ലേ? ആളെ കണ്ടാ അറിയാൻ നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ നിന്നോടന്ന് പറഞ്ഞല്ലേ. എന്നായിരുന്നു സംഭവം? സത്യാണോന്ന് എനിക്കറിയില്ല, പറഞ്ഞേട്ടതാ. ചിലപ്പോ വെറുതെ. ഓക്കെ. അക്കാദമിയിലെ ട്രെയിനറെ മൂക്കിനിടിച്ച് വീഴ്ത്തിയ കേസൊന്നും ഒത്തുതീർപ്പായി വന്നേ ഉള്ളൂ. അപ്പോഴേക്കും എന്തേ അടുത്തത്. അവന്റെ അപ്പീൽ അടുത്ത ആഴ്ച തീരുമാനമാവുമല്ലോ. അപ്പൊ ശരി ശരി ശരി. ശരി. എന്തിനാടേ സോളമന്റെ കാര്യം 6 മണി പറയാൻ പോയത്? പണിയാവോ? പറയാൻ പറ്റില്ല. അവനൊരു ലോക നാറിയ. പെങ്ങടെ കാമുകന്റെ ബൈക്കിൽ കഞ്ചാവ് വെച്ച് പോലീസിൽ പിടിപ്പിച്ച് അതിന്റെ വാർത്ത പത്രത്തിൽ കൊടുത്ത ടീമാ. ഇനിയിപ്പോ എന്തെയ്യാ? നമുക്ക് നോക്കാം. നീ വാ. ഇവനെന്ത് ദുരന്താടേ. സോളമന്റെ വാർത്ത പത്രത്തിൽ വന്നു. പ്രശാന്ത് ഞാൻ ഇന്നലെ അവനോട് കുറെ പറഞ്ഞതാ, കേട്ടില്ല. അതല്ല എത്തിക്സ് പോലും. ഞാൻ പറഞ്ഞല്ലേ എന്റെ ഒരു നാക്ക്. കേരള ഫുട്ബോൾ താരം സോളമൻ മാർഗരറ്റിന്റെ വിലക്ക് 2 വർഷത്തേക്ക് കൂടി നീട്ടി. കേരള ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ജയേഷ് നായരെ മർദ്ദിച്ചതിനെ തുടർന്ന് അടിയന്തര യോഗം വിളിച്ചു തീരുമാനമെടുക്കുകയായിരുന്നു. വിശദാംശങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി മരിയ ട്രീസ് എബ്രഹാം നൽകും. മരിയ, ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉത്തേജകമരുന്ന് ഉപയോഗിച്ചതിന് നിലവിൽ സോളമൻ വിലക്ക് നേരിടുകയാണ്. ഈ വിലക്കാണ് 2 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നത്. വിലക്കിനെ കുറിച്ച് സോളമൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മറ്റൊരു പ്രത്യേക കാര്യം, അദ്ദേഹം എവിടെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ആർക്കും കഴിയുന്നില്ല എന്നതാണ്. അക്കാദമിയിലും അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തും പരിശോധിച്ചിരുന്നു. ഇന്ന് രാവിലെ മുതൽ സോളമന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സന്തോഷ് ട്രോഫി ടീമിൽ നിന്ന് സോളമൻ പുറത്താകുമെന്ന് ഉറപ്പായി. കഴിഞ്ഞ തവണ വിലക്ക് നേരിട്ടപ്പോൾ സോളമൻ ഒരു ആത്മഹത്യാ ശ്രമം നടത്തി. ഇനി ആള് പഴയതുപോലെ വല്ല അബ്ദം കാണിക്കൂ? ഫാത്തിമ, എനിക്ക് നേരെ ഇരിക്കണം. കാത്രീൻ മാം ഇപ്പൊ വരും. ഫാത്തിമ വേണമെങ്കിൽ പോയിക്കോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ. നിങ്ങൾ ആ ജയേഷിനെ ഇടിച്ചതിന്റെ വാർത്ത പത്രത്തിൽ വരാൻ ഞാനാ കാരണം. അന്നൊരു ദിവസം രമയുടെ കൂട്ടുകാരായ പത്രക്കാരുടെ അടുത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അത് വാർത്തയാവും ഞാൻ വിചാരിച്ചില്ല. സോറി. ഓ, അപ്പൊ കുറ്റബോധമായിരുന്നല്ലേ? എന്തായാലും നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റണില്ല, അത്രേ ഉള്ളൂ. സംബന്ധം വാർത്ത അടിച്ചെന്ന് എനിക്കറിയാം. ഞാനൊന്ന് ഇവിടുന്ന് ഇറങ്ങട്ടെ. ആ ബെസ്റ്റ്. നിങ്ങൾക്ക് ഇനി ബൂട്ടിടണമെന്നില്ലേ? എന്തിനാണ് വെറുതെ? നിങ്ങൾ എന്ത് പണിയാപ്പാ കാട്ടിയത്? നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല. അവിടെ അക്കാഡമിയിൽ നിങ്ങൾ എന്തിനാ മാറിക്കണത്? നിങ്ങളെപ്പോലെ ആവാൻ നോക്കുന്ന എത്ര കുഞ്ഞുള്ളവരുണ്ട് അവിടെ. ഓരോക്കെ ഹീറോ അല്ലേ നിങ്ങള്? എന്നിട്ടാണ്. എന്ത് ഹീറോ? നിങ്ങളൊന്നും ചെയ്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെന്താ, എപ്പോഴും ഡിഫൻഡർമാരെ വെട്ടിക്കാൻ മെസ്സിക്ക് പോലും പറ്റൂല. അങ്ങനെ കണ്ടാ മതി. അങ്ങനെയൊന്നും വേണ്ടെന്ന് 1000 തവണ ഉള്ളി പറഞ്ഞതാ. ഇടക്കൊന്ന് കയ്യിന്ന് പോയി. മറന്നതാ. സോളമൻ, താങ്കൾ താങ്കളുടെ കരിയർ അവസാനിപ്പിക്കാൻ പോകണമെന്ന് കേട്ടു. സത്യമാണോ? ഫുട്ബോളാണ് എനിക്കല്ല. ചിലർക്ക് ഞാൻ വില്ലനായിരിക്കാം,
പക്ഷെ കുറച്ചുപേർക്ക് ഞാൻ ഹീറോ ആണ്. അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ അപ്പീലിന് പോവും, തിരിച്ചു വരും. ഫുട്ബോൾ ഫെഡറേഷന്റെ പേര് വേണം, മനസ്സിലായോ? ഇല്ലെങ്കിൽ അവന്മാർ IFL എന്ന് എഴുതി കേട്ടു. സംസാരിച്ചു നോക്കാന്നേ. സർ, നിങ്ങൾ എന്തിനാണ് എന്നോട് ഈ വിരോധം കാട്ടുന്നത്? മോളുടെ പ്രായമുള്ള എന്നോട് ഇയാൾ വേണ്ടാത്ത പറഞ്ഞപ്പോ ഞാൻ തിരിച്ചു പറഞ്ഞുകൊണ്ടാണോ എന്നെ മലപ്പുറത്തെ ഗ്രൗണ്ടിൽ പോലും കയറ്റില്ല എന്ന് പറഞ്ഞു? സോളമൻ ചെയ്തതിന് ഞാൻ സോറി പറയാം. നോക്ക് സർ, ഈ കമന്ററി പറയാന്നുള്ളത് എന്റെ ഒരു ഇത്താണ്. അതിവിടെ നടക്കുന്നില്ലേ ഞാൻ തിരിച്ചു പോകും. എന്റെ നാട്ടില് മലപ്പുറത്ത് അവിടെ വരെ വന്നെന്നെ ഉപദ്രവിക്കരുത്. ഞാൻ അത്രയ്ക്കൊന്നും ഇല്ല. നീ ഇനി എത്രയ്ക്കുണ്ടായാലും മലപ്പുറത്ത് ഒരു ഗ്രൗണ്ടിലും കയറില്ല. ഞാൻ അയച്ച 2 മെസ്സേജിന്റെ കാര്യമല്ലേ? വാട്സാപ്പ് ഹാക്ക് ചെയ്തു, ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് പിടിച്ചേക്കാനേ അതൊക്കെ മതി. മോളെ ഫാത്തിമ ബീവി, ഈ കമന്ററിയുടെ കാര്യം നീ അങ്ങ് മറന്നു. പിന്നെ TV കളിയുടെ കമന്ററി പറയാം. അതുപോലെ ഈ പാടത്തും പറമ്പിലും പിള്ളേര് കളിക്കുമ്പോ അവിടെ കമന്ററി പറയാം, കുഴപ്പമില്ല. ഒരു പന്ത് പോലും തട്ടാതെ ഒരു ജേഴ്സി ഇടാതെ ദാ ഇതിട്ടോണ്ട് ഈ കണ്ടതൊക്കെ നടത്തിയെടുക്കാൻ അറിയാമെങ്കിൽ നിന്നതാ ഇങ്ങനെ എടുത്ത് ഗ്രൗണ്ടിൽ നിന്ന് കളയാനും എനിക്കറിയാം. പിടികിട്ടിയാ? പ്രസിഡന്റെ, ഞാൻ മാപ്പ് പറഞ്ഞ പ്രശ്നം തീരും. ഞാൻ മാപ്പ് പറയാം. നീ മാപ്പ് പറയൂ? എങ്ങനെ വേണമെങ്കിലും മാപ്പ് പറയൂ. വേണ്ട. കാവറക്കി പോയി. പാത്തു, അവരെന്നെ ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്യാണല്ലോ. ഇനി എന്ത് ചെയ്യും? എന്റെ ഉപ്പ എപ്പോഴും പറയും, പാത്തു നമ്മള് വണ്ടിപ്പണിക്കാരാണ്, നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല അതൊന്നും എന്നൊക്കെ. അങ്ങനെ അല്ലാന്ന് പറഞ്ഞ് ഞാനും കാക്കയും ഉപ്പേനോട് തല്ലുകൂടും. പക്ഷെ ഇപ്പൊ ഉപ്പ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സ്വപ്നത്തിൽ നിന്ന് താഴെ വീണ നിക്ക. എന്നാലും പഴയ സ്വഭാവത്തിന്റെ ഒരു ഹാങ് ഓവർ വിട്ടുകളയാൻ പറ്റുന്നില്ല. വിട്ടുകളയണ്ട, നമുക്ക് അടുത്ത സീസണിൽ നോക്കാലോ. അടുത്ത സീസണിൽ എന്താ, ഇവരൊക്കെ തന്നെയല്ലേ. ഇവരൊന്നും മാറാൻ പോണില്ല. ഉപ്പനോട് തല്ലും പിടി ഉണ്ടാക്കി വന്നോണ്ട് ഒരു സ്റ്റെപ്പെങ്കിലും മുകളിലേക്ക് കയറാണ്ട് പിടിച്ചു നിൽക്കാൻ പോലും പറ്റൂല. ഇപ്പൊ അതിന്റെയും ടൈം കഴിഞ്ഞു. ഇനി നിക്കാന്റെ ഫൈനലിസ്റ്റിലടിക്കും. എല്ലാരും എന്നോട് പറയുന്നത് ഇതൊരു പൊട്ട സ്വപ്ന, ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് വീട്ടിൽ പോകുന്ന. ഇതൊരു പൊട്ട സ്വപ്ന ആണെങ്കിലും ഇതെന്റെ സ്വപ്ന. അത് വിട്, നമുക്ക് രമ്യയുടെ പ്രോഗ്രാമിന് പോണ്ടേ? അവള് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. പോവാം. മൈ ഡിയർ ഏഞ്ചൽസ്, എന്റെ മാലാക കുഞ്ഞുമക്കളെ, ഇന്നിവിടെ ഡാൻസ് കളിച്ച് പാട്ടുപാടിയ എല്ലാവർക്കും ഒരു ഉഗ്രം കൈയടി കൊടുത്തേ. നിങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ തരാനും നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ഒരു ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്.
നമുക്ക് ആ ചേച്ചിയെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ഓൺ സ്റ്റേജ് ആ ചീഫ് ഗസ്റ്റ് ലേഡി കമന്റേറ്റർ ഫാത്തിമ നൂർജഹാൻ. കമോൺ ഫാത്തിമ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കും. ഞാനില്ല ഒന്നും കേക്ക്, ഞാൻ ഇതിനൊന്നും പറ്റിയൊരവസ്ഥയിലല്ല. നീ ഈ മൈക്കൊന്ന് പിടിച്ചേ പ്ലീസ്. മോന്തയ്ക്ക് ഒരു കുത്തി വെച്ചെന്നുണ്ടല്ലോ, നീ ഇത് പിടിക്ക്. എന്നിട്ട് ഇത് ഗ്രൗണ്ടാന്ന് വിചാരിക്കും. നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. വാ. ഈ ഫാത്തിമേച്ചി ആരാ നിങ്ങൾക്കറിയോ? ഫുട്ബോൾ കളിക്കൊക്കെ കമന്ററി പറയുന്ന ആളാ. ഇന്നിവിടെ നിങ്ങളെപ്പോലെ ഫാത്തിമേച്ചിയും ഒരു കുഞ്ഞു പാത്തുവാകും. ഫാത്തിമ പ്ലീസ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ടോം ആൻഡ് ജെറി കമന്ററി പറയണം. കമോൺ. ആഹാ, നമ്മുടെ ടോം പൂച്ച ഒരു കറുപ്പും വെളുപ്പും നിറമുള്ള ഫുട്ബോൾ ഡ്രിബിൾ ചെയ്ത് ജഗിൾ ചെയ്ത് ഇങ്ങനെ ഇറങ്ങിക്കാണ്. മെയ് വഴക്കവും കാൽ തഴക്കവും വന്ന ഫുട്ബോൾ കളിക്കാരെ പോലെ പന്ത് ആകാശത്തിട്ട് കാലുകൊണ്ട് പിടിച്ച് മുന്നോട്ട് നടക്കാണ്. കറുപ്പിലും വെളുപ്പിലുമുള്ള ആ ഫുട്ബോളിന്റെ പേരാണ് ടെൽസ്റ്റാർ. അതെന്താ പന്തിന് അങ്ങനെ ഒരു പേര് നിങ്ങൾക്കറിയോ മക്കളെ? നമ്മുടെ ടി വി ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്ന പണ്ട് കാലത്ത് ടിവിയിൽ പന്ത് വെളുത്തായിരുന്ന പന്താർക്കും കാണാൻ പറ്റൂലായിരുന്നു. മെക്സിക്കോയിൽ നടന്ന വേൾഡ് കപ്പിലാണ് പന്തിന് ഇങ്ങനെ കറുപ്പും വെളുപ്പും കളർ കൊടുത്ത് ടിവിയിൽ പന്തിനെ കാണിച്ചത്. താ നോക്ക്, ടോം പൂച്ച അടിച്ചുവിട്ട പന്തിൽ പറ്റി പേസ്റ്റായി വേസ്റ്റ് പെറുക്കുന്ന ചെറിയെ കയ്യിൽ അലക്കിയ തുണിമാരി തൂക്കിയെടുത്ത് ഗോൾ പോസ്റ്റിന്റെ മുന്നിൽ വെച്ച് ടോമിന്റെ ഗോളടി. കത്തിച്ചു വിട്ട വാണങ്ങൾ പോലെ വരുന്ന ബോൾ വീണ് മയത്താവാണ്ടിരിക്കാൻ ചെറി പരക്കം പായാണ്. ചെറിനെ പാനെ തോൽപ്പിക്കാൻ കഴിയൂല മക്കളെ. മിന്നാമിനിങ്ങിന്റെ ഇത്തിരി വെട്ടം കിട്ടിയാലും കിട്ടിയ വെട്ടത്തിലൂടെ വട്ടം കളിച്ചും കളി പഠിപ്പിച്ചും എതിരിടാൻ വരുന്ന ടോമിനിടയിലൂടെ പുഴ മത്സ്യത്തെ പോലെ വളഞ്ഞു പുളഞ്ഞ് തിരിഞ്ഞു വകഞ്ഞു മാറി ചെറി പായുകയാണ്. ദായിപ്പ് പിടിക്കും, ദായിപ്പം അയ്യോ ടോം കസിലിന്റെ അടിയിലേക്ക് പോയി. താഴെ ജനമുകളിലേക്ക് വന്ന ടോമിന്റെ നടുമ്പറം നോക്കി ഒരടി. മതിയാ? Thank you Fatima Noor Jahan, the lady commentator. എനിക്കാണോ? താങ്ക് യു. ബൈ ബൈ. അടിപൊളിയായിട്ടുണ്ട്. അയ്യോ താങ്ക്സ്. കണ്ണ സംഭവം കളിക്കും. ഡി 10 മണിയായി. നീ ആ മീറ്റിംഗ് ഓർത്തോണ്ടിരിക്കാതെ എണീറ്റ് വെക്കേ. ശിവൻ ആദ്യമായിട്ട് കാണാൻ പോവല്ലേ? പെട്ടെന്ന് റെഡിയെ നമുക്കൊന്ന് പുറത്തു പോയിട്ട് പുതിയ ഡ്രസ്സ് മേടിച്ചിട്ട് തരാം. നല്ല ഐഡിയ. സോളമനെ വിളിക്കാം. എന്തിനാ മോളെ അവന് മലപ്പുറത്തെ കാക്കാമാരുടെ ഇടി മേടിച്ചു കൊടുക്കുന്നത്? എടുത്തോ, എന്റെ സാധനങ്ങളൊക്കെ എടുത്തോ. ജീവൻ എന്താ കാട്ടണെന്ന് എനിക്ക് മനസ്സിലാക്കണ്. ഞാൻ പറയണ്ടല്ലോ, നാട്ടുകാർ മൊത്തം കണ്ടുക്കണ്. ഒരു ഫ്രണ്ടാപ്പാ. ഫ്രണ്ട് അന്ന് ഫുട്ബോളിന്റെ പ്രസിഡന്റ് ഇവനല്ല എന്തിനാ മറ്റൊന്ന് വിളിച്ചേ? വാപ്പ ഇങ്ങോട്ട് വരുമ്പോ മൊത്തം കേട്ടുക്കണ്. ഈ പെട്ടിയെടുക്കും മോളെ. 1 minute. 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 1
കുറച്ച് വെള്ളം തന്നെ. എന്തടിയാ പഠിച്ച് വണ്ടിപ്പണി എടുക്കുന്ന കൈ കൊണ്ട് എന്റെ മോന്ത പഞ്ചറായി. നിങ്ങൾ എന്ത് പണിയാണ് ഈ കാട്ടിന്? എന്നെ എങ്ങോട്ടാ കൊണ്ടുപോണത്? അതിന് തല്ലി ബോധം കെടുത്തിട്ടാണോ? ഒരു ഹോസ്പിറ്റലായിരുന്നു. ഡിസ്ചാർജ് ആയി പോയപ്പോ ഞാൻ ഉണ്ടായിരുന്നു അവിടെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇക്കയാളോട് പ്രേമൊന്നുമില്ല. തോള് കൈവച്ച് ആസ്പത്രി ഇറങ്ങി വരാൻ ആരാടി? എന്റെ ഫ്രണ്ടാണ് ഉപ്പ, സോളമൻ എന്നാണ് പേര്. ഫ്രണ്ട് മുനീറേ കണ്ടേ ഓള് മറുകണ്ട ചാടിയ കണ്ട ഭ്രാന്താണോ പാത്തു? നിങ്ങൾ വണ്ടി എടുത്ത് തന്നെ ഇറക്കി വിടുപ്പാ. എന്നെ ആരും കൊല്ലൂല. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി 3-4 ദിവസം പൂട്ടിയിട്ടായിരിക്കും. പക്ഷെ പുറത്തിറങ്ങിയാൽ ഞാൻ ഇങ്ങനെ തന്നെ വരും. അന്നെ വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടാണെന്നല്ല കൊണ്ടുവന്ന് അന്റെ നിക്കാഹ് നടത്താനാ. അത് രണ്ടും കൽപ്പിച്ച് നമ്മള് പുറത്തെത്തി. എന്റെ സമ്മതം ഇല്ലാണ്ട് ഇന്ത്യ നിക്കാവും. നിങ്ങൾ ഏത് കാലത്താ ജീവിക്കണ കാതൃപ്പ? തൽക്കാലോ അന്റെ സമ്മതം വേണ്ട. ആയിക്കോട്ടെ, നിങ്ങൾ എന്നെ കെട്ടിയിട്ടിട്ട് നിക്കാന്ന് അടുത്തായിരിക്കും. എന്നാലും എന്താ, അത് കഴിയുമ്പോ ഞാൻ ഇങ്ങടെ തന്നെ വരും. മുനീറേ എന്നെ കെട്ടുന്നൊരു ഭ്രാന്തല്ലേ, ഇനി അങ്ങോട്ട് വിടുവാൻ? അതെ, ഞാൻ എന്റെ കെട്ടിയോന്റെ സമ്മതത്തോടെ വരൂന്നല്ല പറഞ്ഞ, ചാടിപ്പോരുന്ന. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഓരോട് പറഞ്ഞാൽ എളുപ്പം ചാടിപ്പോരാൻ പറ്റും. നിക്കാന്ന് വെച്ചാ എന്താ ഈ വിചാരിച്ച്? അതന്ന് പകല് തീർന്നതല്ല, വെറുതെ കൈ പിടിച്ച് നടക്കുന്നതല്ല. നിക്കാഹ് കഴിഞ്ഞ് രാത്രിയല്ലേ മോളെ മേള. കാക്ക ഇവിടെ ഇമ്മാരി വൃത്തിയേടി കിളവൻ പറഞ്ഞിട്ട് ഈ മിണ്ടാണ്ടിക്ക ഉൾപ്പുണ്ട എനിക്ക്. അപ്പൊ കാതർപ്പ പറഞ്ഞേക്ക് നിക്കാൻ ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞാൽ തിരിച്ചു വരാന്നല്ലേ? എന്നാ അങ്ങനെ വരാം. എന്റെ സമ്മതം ഇല്ലാണ്ട് ആരും എന്റെ മേലിൽ തൊടൂല. മേലിൽ തൊടാണ്ട് സെക്സ് ചെയ്യാൻ പറ്റൂലല്ലോ. പിന്നെ റേപ്പ് ചെയ്യാനാണെങ്കിൽ ഇവിടെ കോടതിയൊക്കെ ഉണ്ട്. ഈ എന്താ മുന്നേ ഒന്നും വേണ്ടാണ്ട് കുത്തിരിക്കുന്നത്? ഈ ഒരുമ്പട്ടൽ പറഞ്ഞ കേട്ടില്ലേ? ഈ സെക്സ് ചെയ്യാന്നൊക്കെ എന്നോട് പറയാൻ പറ്റുമോ? എന്ത് സെക്സ് എന്ന് പറയാൻ പറ്റൂലേ? അത് മണ്ടത്തരം. ഇപ്പൊ ഇവിടെ എന്നെ എന്തെങ്കിലും ചെയ്താൽ എല്ലാരും പോലീസ് സ്റ്റേഷനിൽ കയറും. പിന്നെ ഞാൻ വെറുതെ ഒച്ച വെച്ചാലും നിങ്ങൾ കുടുങ്ങും. എന്റെ മുഖത്ത് തെളിവുണ്ടല്ലോ. എന്താണ് അസി ഒന്നും ഉണ്ടാത്ത? ഈ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ശരിക്കും വിഷമം വരുന്നു. എന്ത് കാട്ടിക്കൂട്ടലാണ് ഈ കാട്ടിന് പാത്തോ? എന്ത് കാട്ടിക്കൂട്ടുന്നത്? ഞാൻ എന്ത് കാട്ടിക്കൂട്ടിന്നായി പറയണ? ഞാൻ ഇപ്പൊ വരുന്നില്ല. എനിക്ക് വരണോന്ന് തോന്നുമ്പോ ഞാൻ വന്നോണ്ട്. പിന്നെ നിങ്ങളോട് പറയാതെ ഞാൻ ആരെയും കെട്ടൂല. ആരെയും കെട്ടിക്കൂടുവാന്നല്ല എന്റെ പ്രയോറിറ്റി. ഇപ്പൊ ഞാൻ പോവും. വെറുതെ എന്നെ തടയാൻ നിൽക്കണ്ട. പിന്നെ വീട്ടിൽ കയറ്റൂലെന്ന് ഭീഷണിയായിട്ടൊന്നും വരണ്ട. ഞാൻ വരികയും ചെയ്യും കയറുകയും ചെയ്യും. കാക്കാ എന്റെ ഫോൺ ഇങ്ങോട്ട് തന്നെ. പാത്തു, നീ എവിടെയാ? തൃശ്ശൂർ വന്നപ്പോ ബോധം വീണ്. ഇപ്പൊ ഇവിടെ ഒരു ഹോട്ടലില് ഭക്ഷണം കഴിക്കുക. നീ ഇത്ര നാൾ ഓടിയന്റെ ഫൈനൽ ലാപ്പിലെത്തിയിട്ട്? അറിയില്ല മോളെ, ഞാൻ വരും. പക്ഷെ ഇപ്പൊ നീ സമയത്ത് എത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാ നീ വേഗം വാ, ഞാൻ സ്റ്റേഡിയത്തിൽ വെയിറ്റ് ചെയ്യാം. കാക്ക, ഈയാണ് എന്റെ മനസ്സിൽ കമന്ററി എന്നുള്ള സ്വപ്നം കൊണ്ടിട്ടത്. എന്നിട്ടിപ്പോ ഇത് വേണ്ട, ഈ മതിയാക്കിക്കൊന്ന് പറയാ. എന്നാ സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് അറിയാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആണ്. 1 ലാസ്റ്റ് ചാൻസ്. ഈ ചാൻസ് എനിക്ക് വേണം. ഇപ്പൊ IFL വിളിച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് ചെല്ലട്ടെ, എന്നിട്ട് വരാൻ വേണ്ടി. ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് 3 മണിക്ക്. എന്തിനാന്നറിയില്ല. എന്നിട്ട് വരാൻ വീട്ടിക്ക്. അറിയില്ല സിക്ക. ചെല്ലടി പാത്തോ, ഓളെ ജീവിതാണ്. ഓള് പോയിട്ട് വരട്ടെ. പോയിട്ട് പാടി മുത്തല്ലേ. കണ്ണട
ഈ ഗ്ലാസ് കിട്ടും. ഇത് ഞാൻ എടുക്കുക. മണി ഒന്നായില്ലേ? ഓൾ എങ്ങനെ എത്തും? All the way. ഫാത്തിമ അകത്ത് വിളിക്കുന്നുണ്ട്. എന്ത് കോലോടെ ഇത്? So this is Fatima. ഈ ഫാത്തിമ കുറിച്ചാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഹായ് ഫാത്തിമ. ഹായ് സർ. ഐ എം ശിവ നാരായണൻ. ഇന്നലെ ആ കാർഡ് തന്നത് എന്റെ മകളാണ്. ഐ എൻജോയ് ദാറ്റ് ഡ്രാമ. ഇതൊക്കെ ആവശ്യമില്ലാത്ത പരിപാടികളാണ്. പിന്നെ ഈ ടോമാഞ്ചറിയുണ്ട് കമന്റർ പറയുന്ന ആളെയല്ല IFL എടുക്കാൻ പോകുന്നത്. ജയേഷ്, ഈ ഫുട്ബോൾ എന്തിനാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നറിയാമോ? അത് ഫുട്ബോള് കണ്ടുപിടിച്ചെന്ന പോലെ അങ്ങനെയല്ലേ അല്ലേ? No, it's not like that. Anyway, the commentary was good, Fatima. Thanks. എന്റെ മോൾ അവൾക്ക് കൃത്യമായി ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഷീസ് an ADHD kid. പക്ഷെ ഇന്നലെ ആള് പറയുന്നത് കേട്ട് അവൾ കണ്ണെടുക്കാതിരിക്കുന്നത് ഞാൻ കണ്ടു. That was a nice moment. There's something special in your words, Fatima. For sure. ഹായ് ഫാത്തിമ, ഐ എം ദീപിക, ഡയറക്ടർ ഷെഡ്യൂളിംഗ്. ശിവ പറഞ്ഞിട്ടുണ്ട് തന്നെ കുറിച്ച്. എന്നാലും പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എന്റെ പേര് ഫാത്തിമ നൂർജഹാൻ എന്നാണ്. മലപ്പുറത്തുനിന്നാണ് വരുന്നത്. വീട്ടില് ഉമ്മ ഉപ്പ കാക്ക എല്ലാരും ഉണ്ട്. കാക്കേ, ഇത് വെച്ചാണ് ഞങ്ങള് കമന്റർ പറയാൻ പോകുന്നത്. എന്താണ് സാർ, അവർക്ക് ശരിക്കും മലയാളം പോലും പറയാറിയില്ല. ഇവർക്കൊരു മത്സരം കോമ്പയറുള്ള അവസരം നമ്മൾ കൊടുത്തതാ. അതിനുള്ള ധൈര്യം പോലെ അവർക്കില്ല. മിൽക്ക് പ്രസിഡന്റ് ചാടാതെ കോമ്പയറിംഗ് അല്ല കമന്ററി. ഒരു മിനിറ്റ് ഫാത്തിമ, തുടരും. എന്റെ പേര് ഫാത്തിമ നൂർജഹാൻ എന്നാണ്. മലപ്പുറത്തുനിന്നാണ് വരുന്നത്. വീട്ടിൽ ഉമ്മ ഉപ്പ കാക്ക വല്യമ്മ എല്ലാരും ഉണ്ട്. ചെറുപ്പം തൊട്ട് ഞാൻ നല്ലോണം വർത്താനം പറയായിരുന്നു. എല്ലാരും എന്നെ ചെലവച്ചിന്നാ വിളിക്കല്. ഞാൻ വർത്താനം പറയുന്നത് എല്ലാവർക്കും ഒരു ശല്യാണെങ്കിലും ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടേയിരിക്കും. കുട്ടിക്കാലത്തെ പാടത്തെ ചെക്കന്മാര് ഫുട്ബോൾ കളിക്കുമ്പോൾ ഞാനായിരുന്നു ഗോളിംഗ് കമന്റേറ്റർ ഒക്കെ. അങ്ങനെ തുടങ്ങിയ. പിന്നെ പെൺകുട്ടികൾ അധികം സംസാരിക്കണത് എല്ലാവർക്കും വലിയ ഇഷ്ടമൊന്നുമല്ല. ചിലർക്കൊക്കെ എന്റെ സംസാരം ഒരു അധിക പ്രസംഗമായിട്ടാ തോന്നല്. ഞാൻ കൊച്ചിക്ക് വന്നതിന്റെ കാരണം തന്നെ അങ്ങനെ ഒന്നാണ്. പെണ്ണുകാളിൽ ചെക്കൻ വന്നപ്പോ കുറെ ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ പേരിൽ വീട്ടിൽ വല്ല കുഴപ്പമായി. പിന്നെ എന്നെപ്പോലെ ഒരാൾക്ക് ഇവിടെ വന്ന് നിക്കണേല് ചില്ലറ യുദ്ധമൊന്നും നടത്തിയാ പോരല്ലോ. രാത്രി ഉറങ്ങാനിട്ട് ഡ്രസ്സിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരേണ്ടി വന്നതും എന്റെ മോന്റെ മലതാ ഈ പാടും അങ്ങനെ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ടാ. പക്ഷെ ഒന്നുണ്ട്, ആ ബോള് ഭൂമി കറങ്ങുന്ന പോലെ കാലമെന്ന് കാലമൊക്കെ കറങ്ങി തിരിയുമ്പോ അതിനൊപ്പിച്ചിക്ക് വാക്കുകൾ വരും. കടലിലെ തിര പോലെ. Let's hear it, Fatima. Say something. ഈ ഫ്രീ കിക്ക് എടുക്കുന്ന ആളെ മനസ്സിലായില്ലേ? റോബർട്ടോ കാർലോസ്. യപ്പ്. ഈ മാച്ച് ആദ്യമായി കാണുന്ന പോലെ ഉണ്ടാവണം എന്റെ കമന്ററി. ഗോ ഫോർ ഇറ്റ്. റോബർട്ടോ കാർലോസ്, ഫുട്ബോളിലെ ഒരേ ഒരു ബുള്ളറ്റ് മാൻ. തീ തുപ്പുന്ന ഫ്രീ കിക്ക് കൊണ്ട് ഗോൾ വലകൾ തുളയ്ക്കുന്ന കൊടുങ്കാറ്റാണ് അയാൾ. അതേ കൊടുങ്കാറ്റാണ് ഫ്രാൻസിനെതിരെ ഫ്രീ കിക്ക് എടുക്കാൻ എത്തുന്നത്. ആ ബോൾ ഗ്രൗണ്ടിലേക്ക് വെക്കുന്നത് നോക്ക്. ഏറെ കണക്കൂട്ടിയ ഒരു എക്സ്പെരിമെന്റിനായി ടെസ്റ്റ് ട്യൂബ് വെക്കും പോലെ, ഒരു അൾത്താരയിൽ മെഴുകുതിരി കത്തിക്കും പോലെ ആ ബോൾ വെച്ച് ഫ്രീ കിക്ക് എടുക്കാൻ പിന്നിലേക്ക് മാറാണ്. ഏറെ പിന്നിലേക്ക്, ഇനിയും പിന്നിലേക്ക്. ആ ബോളിലേക്ക് ഓടിയെത്തുന്ന റോബർട്ടോ.
അൺബിലീവബിൾ. ഇടംകാൽ കൊണ്ടൊരു മഴവിൽ കിക്ക്. ഫാബിയസ് ബാർത്തേസ് എന്ന ഗോളി ഒരു വെറും വാക്കായി നിന്ന് പോകുന്നു. ഫുട്ബോളിന്റെ ചരിത്രത്തിലേക്ക് ഇടിച്ചുകുത്തി ഇതുപോലൊരു മഴവിൽ കിക്ക് വന്ന് വീഴുമ്പോൾ ഒരു ഗോളി എന്ത് ചെയ്യാനാണ്? റോബർട്ടോ കാർലോസ്, എന്തൊരു ഗോളാണിത്. That was awesome. Really. What do you think? Yes. But do you think we can risk this? Veteran stars or sports journalists. That's our criteria on commentators, Shiva. ക്രൈറ്റീരിയ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ദീപിക. നമ്മൾ ഈ IFL തുടങ്ങിയപ്പോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് കോമന്റേറ്റേഴ്സിനാണ്, റീജിയണൽ കോമന്റേറ്റേഴ്സ്. ക്രിക്കറ്റ് ആണെങ്കിൽ 100 പേര് വരും. ഫുട്ബോൾ അങ്ങനെയല്ല. It's too risky and so much is at stake, Shiva. We can't change things at the last moment. You made the rules. So let's stick on to that. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. Decision is yours. But you know my opinion is that. അതാണ് നോ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ഇൻ ചേഞ്ച്. ഇങ്ങനത്തെ പരിപാടിക്ക് ഫെഡറേഷൻ നോക്കണ്ട. നാളെ ആദ്യത്തെ മാച്ച്, അതിനിടയിലെ പുതിയ പരിഷ്കാരം പെമ്പിള്ളേരെ കൊണ്ട് കമന്ററി ഉറപ്പിക്കാൻ വേണ്ടി. പിന്നെ ഓരോരോ ശിവ, തനിക്ക് ഇതിൽ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് എനിക്കറിയാം. പിന്നെ ഈ കുട്ടി അയച്ചെന്ന ലിങ്കും ഇപ്പൊ കേട്ട കമന്ററി അല്ലേ തനിക്കും അറിയുള്ളൂ. വൈ ശിവ? See, Fatima, this is a very planned thing. And we planned it last year itself. So, you try next year. Let me be frank. Chances are korvana. Because we prefer veteran stars or sports journalists. പന്തിന്റെ മൂവ്മെന്റ് അനുസരിച്ച് പറയുന്നതിലല്ല കാര്യം. There is science behind football. ആ ഒരു നോളജ് കളി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടണമെന്നില്ല. You get me? കുഴപ്പമില്ല മാം, താങ്ക് യു. എന്നെ പോലൊരു പെണ്ണിന് അറ്റ്ലീസ്റ്റ് ഇവിടം വരെങ്കിലും എത്താൻ പറ്റുന്ന വലിയ കാര്യ. ഇന്ത്യയിൽ തന്നെ വലിയ ഫുട്ബോൾ പോരാട്ടം നടക്കുന്നിടത്ത് ഞങ്ങളൊക്കെ എന്റെ കമന്ററിയെ പറ്റി ഡിസ്കസ് ചെയ്തല്ലോ. സന്തോഷമുണ്ട്. പിന്നെ ഈ ക്രൈറ്റീരിയയുടെ മതിലൊക്കെ ഒരു സമയം പൊളിയും. അതിലും വലിയ മതിൽ പൊളിച്ച പന്താത്. I'm sorry, Fatima. It's okay, sir. Thank you. മഴവിൽക്കേ ആ ഷൈജു ഒക്കെ പറയുന്നത് കേട്ട് ചുമ്മാ അങ്ങ് കാച്ചിയേക്കുവാ. അല്ലാതെ പാത്തുമ്മക്ക് എന്ത് മഴവിൽക്ക്. അതെന്നാ നടന്ന മത്സരാണെന്ന് അറിയോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് ആ ഗോൾ എല്ലാരെയും ഞെട്ടിക്കണെന്നറിയോ? 1997 ഫ്രാൻസും ബ്രസീലും തമ്മിൽ നടന്ന കളിയത്. ആ ഗോൾ, ആ മഴവിൽ കിക്ക്, ആ ബനാന കിക്ക്, അത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനെ വരെ തോൽപ്പിച്ച ഗോളാ. ന്യൂട്ടൺ പറഞ്ഞത് വെച്ച് ഒരു വസ്തുവിൽ ബലം അപ്ലൈ ചെയ്യുന്നവരെ ആ വസ്തുവിന്റെ ദിശ മാറൂല. പക്ഷെ റോബർട്ടോയുടെ ഗോൾ അതും മറികടന്നു. എങ്ങനെയാണെന്നറിയോ? ആ ബോൾ അങ്ങോട്ട് കറങ്ങി പോകുമ്പോ അതിന്റെ ഒരു സൈഡ് ലെയർ അത് കറങ്ങുന്നതിനനുസരിച്ച് എതിരെ വരും. ദാറ്റ് ക്രിയേറ്റ്സ് എ ഹൈ പ്രഷർ സ്പേസ്. ഓപ്പോസിറ്റ് സൈഡ് ലെയറോ അത് ബോൾ കറങ്ങുന്ന അതേ ഡയറക്ഷനിൽ തന്നെ തിരിയും. ദാറ്റ് ക്രിയേറ്റ്സ് എ ലോ പ്രഷർ സ്പേസ്. അതുകൊണ്ടാണ് ആ ബോൾ മഴവെയിൽ പോലെ ബെൻഡാവുന്നത്. ഇറ്റ്സ് കോൾഡ് എ മാഗ്നസ് എഫക്ട്. ഇതും കണ്ടുപിടിച്ചത് ന്യൂട്ടൺ തന്നെ. പിന്നെ അതത്ര എളുപ്പമൊന്നുമില്ല. ബോളിന്റെ ലോവർ റൈറ്റ് കോർണറിൽ കിക്ക് എടുക്കണം. വേഗം, ഉയരം, ആംഗിൾ എല്ലാം കൃത്യമായിരിക്കണം. പിന്നെ ഇതൊക്കെ കുറെ കൂടെ അറിയണമെങ്കിൽ ചെറുപ്പത്തിലേലും ഫുട്ബോൾ കളിക്കണം. കതിർട്ട വെട്ടണാവല്ല സാറേ, ജേഴ്സി ഇടണം. സോറി. ഫാത്തിമ, 1 second. കോമന്ററി റൂമിൽ ഈ നൈറ്റ് ഡ്രസ് ഇട്ട് വരുന്നത് കാണാൻ അത്ര ഭംഗിയല്ല. നാളെ വരുമ്പോ ഈ നൈറ്റ് ഡ്രസ് വേണ്ട. മുംബൈ കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ചാണ് നാളെ. ഗ്രൗണ്ടിൽ ഗാലറി എല്ലാം നീ കാണുന്നുണ്ട്. ലോകം മുഴുവൻ ഇരുന്ന് TV കാണുന്ന മലയാളികളാണ് എന്റെ ഗാലറി. ഫാത്തിമ, നിന്റെ ശബ്ദം ഈ ലോകം കേൾക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
ഞാൻ ഷൈജു ദാമോദരൻ, എന്നോടൊപ്പം IM വിജയൻ. ഇത് ചരിത്രം കുറിക്കുന്ന പോരാട്ടമാണ്. ഈ മത്സരത്തിന്റെ ഫലം എന്തായാലും കമന്ററി ബോക്സിൽ നിന്ന് കടൽ തിര പോലെ വാക്കുകൾ വാരിവിതറാൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടി. ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം അടയാളപ്പെടുത്തുന്നു കാലം. ഫാത്തിമ നൂർജഹാൻ ഫ്രം മലപ്പുറം. ഇത് ചരിത്രമാണ്. ദിസ് ഇസ് ഹിസ്റ്ററി. അല്ല, ദിസ് ഇസ് ഹെർ സ്റ്റോറി. ശേഷം മൈക്കിൾ, ഫാത്തിമ.